അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദന്യരായ പണ്ഡിത മഹത്തുക്കളെ, ധീരരായ ഭാര്യമാരെ, കർമ്മധീരരായ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, നല്ലവരായ ശ്രോതാക്കളെ, പൈതൃകം നവോത്ഥാനം എന്ന പ്രമേയത്തിൽ സുന്നി യുവജന സംഘം സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ദ്വൈമാസ ആദർശ ക്യാമ്പയിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാതല ഉദ്ഘാടന സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നന്മയുടെ വാഹകരായി തിന്മയുടെ വിരോധികളായി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും അവരൊന്ന് മരണപ്പെട്ടു പോയിട്ട് ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീർക്കട്ടെ. ഈ സംരംഭത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹക്കി നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അല്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ക്ലിപ്പിംഗ് സഹിതമുള്ള നമ്മുടെ ആലപ്പുഴയിലെ സംവാദ വിശദീകരണമാണ്. മുജാഹിദിൻ്റെ തൗഹീദൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമുക്കറിയാം. എങ്കിലും നമ്മൾ ഇടക്കിടക്ക് അറിയണം, കാരണം ഇത് ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, അത് നിൽക്കാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പറഞ്ഞ തൗഹീദല്ല ഇന്ന് പറയാനുള്ളത്. ഇപ്പോൾ തക്കാളി തൗഹീദ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി പല തൗഹീദുകളാണ് അവർ തന്നെ അവരുടെ പുസ്തകത്തിൽ തൗഹീദിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു വേദനയുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം വിശുദ്ധമായ തൗഹീദിനെയാണല്ലോ ഇவ்விധം അവർ വിഭജിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ തൗഹീദിനെയാണല്ലോ അവർ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിതിൽ വല്ലാത്ത വേദനയുണ്ട്. ആ തൗഹീദ് ഒന്നുകൂടി ആലപ്പുഴയിലെത്തിയപ്പോൾ ഒന്നുകൂടി മാറ്റേണ്ടി വന്നിരിക്കുകയാണ്. കോഴിക്കോട് സംവാദം നമുക്കറിയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പഠനയായ SKSSFൻ്റെ ആദർശ വിങ്ങായ ഇസ്തിഖാമയുടെ കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, പഠനം പൂർത്തിയാക്കിയതുമായ നമ്മുടെ ഇസ്തിഖാമയുടെ വിദ്യാർത്ഥികളാണ് കോഴിക്കോട് സംവാദം നടത്തിയത്. ആ സംവാദത്തിൽ നിരന്തരം സംവാദം നടത്തുന്നവരാണ് മറുഭാഗത്ത് സംവാദം നടത്താൻ വന്നിരുന്നത്. യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്താൽ അറിയാം, ഒട്ടേറെ സംവാദത്തെ പരിചയമുള്ളൊരു ടീമായിരുന്നു നമ്മുടെ ഇസ്തിഖാമയുടെ ജൂനിയർ ടീമുമായി കൊണ്ട് സംവാദം നടത്താൻ വന്നത്. പക്ഷേ ആ വിദ്യാർത്ഥികളെ മുന്നിൽ പോലും അവർക്ക് ആദർശപരമായി പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. നമ്മുടെ വിദ്യാർത്ഥികൾ അവർ ഓരോ തെളിവുകളും വ്യക്തമായി കാണിച്ചു കൊടുത്തപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആളുകൾ മാറി മാറി പരീക്ഷിച്ചിട്ടും അവരുടെ ആശയങ്ങൾ സമർത്ഥിക്കാൻ അവർക്ക് സാധ്യമായില്ല. അപ്പോഴാണ് അടുത്തൊരു സംവാദം ആലപ്പുഴയിൽ നടക്കുന്നത്. സംവാദം നടത്താൻ ആഗ്രഹിച്ച് നടത്തിയൊന്നും മാസങ്ങൾക്ക് മുമ്പ് വ്യവസ്ഥ എഴുതി കഴിഞ്ഞൊരു സംവാദമായിരുന്നു. ആ നിലക്കായിരുന്നു ആ സംവാദം വന്നത്. കോഴിക്കോട്ടെ സംവാദം മുമ്പായിരുന്നു ഡേറ്റ് ഉണ്ടായിരുന്നത്. പിന്നീട് അവരെ കൂടെ ഒരാള് അദ്ദേഹം ആക്സിഡന്റിൽ പെട്ടു, അതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് മാറ്റിയത് കൊണ്ടാണ് രണ്ട് സംവാദം അടുപ്പിച്ചു വന്നത്. അല്ലാതെ നമ്മളിങ്ങനെ നിരന്തരം ഒരു സംവാദം നടത്തുക എന്നുള്ള ശൈലി കൊണ്ട് സംഭവിച്ചതല്ല. എന്തായാലും രണ്ട് സംവാദം കഴിഞ്ഞപ്പോൾ അവർ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാരുമായി സംവാദം നടത്താൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമായിരിക്കുകയാണ്. നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നവരാണ്, അറിയുന്നവരാണ്. ഇപ്പോൾ അവർക്കിടയിൽ തന്നെ വലിയ ചർച്ചയായി ആലപ്പുഴ സംവാദം മാറിയിരിക്കുകയാണ്. വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. നിരന്തരം അവർ തന്നെ ലേഖനം എഴുതുന്നു, അവർ തന്നെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സംവാദം നമുക്ക് വല്ലാത്ത നാണക്കേടുണ്ടാക്കിയ സംവാദമാണ്. ഇപ്പം ഇന്നലെ ആലപ്പുഴയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ടീം പ്രോഗ്രാം സംഘടിപ്പിച്ചു. അവർ ആ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ വെച്ചെന്തറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തെ ഇത്രത്തോളം നാണക്കേടാക്കിയവർ
മാപ്പർഹിക്കുന്നില്ല എന്നാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ ഇത്രത്തോളം വഷളാക്കിയ ടീം മാപ്പർഹിക്കുന്നില്ല എന്ന്. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടാകും. ഒരു സംവാദം കഴിഞ്ഞിട്ട് അവർ തന്നെ പറയാണ്, ഞങ്ങൾ പറ്റ നാണം കെട്ടുപോയി, ഞങ്ങൾ പറ്റ വഷളായിപ്പോയി, ഞങ്ങൾ ഒന്നിനും പറ്റാത്തവരായിപ്പോയി. അപ്പം പിന്നെ ഒരു പക്ഷെ അവർ പറയും, അത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ വേറൊരു ഗ്രൂപ്പല്ലേ എന്ന്. ഗ്രൂപ്പാണെങ്കിലും ആശയം ഒന്ന് തന്നെയല്ലേ, ആശയം ഒന്നാണല്ലോ. എന്നാൽ പിന്നെ നമ്മൾ ഇവിടെയും ഗ്രൂപ്പുണ്ടല്ലോ, ഇവിടെയും ഗ്രൂപ്പുണ്ട് അല്ലേ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കെതിൽ പ്രവർത്തിക്കുന്ന കുറേ ഗ്രൂപ്പുകൾ ഇപ്പുറത്തുമുണ്ട്. അവരെന്താ എഴുതിയത് ഞാൻ വായിക്കാം, അവരെഴുതി വായിക്കാം. നമ്മുടെ സംവാദത്തെക്കുറിച്ച് കേരളത്തിൽ സംവാദം നടത്തിക്കൊണ്ടിരുന്ന ചില ആളുകൾ അവർ പോലും എഴുതി വെച്ചത്, സമസ്ത കേരള ജമിയത്തിലുള്ള സംവാദത്തെക്കുറിച്ച് അവർ എഴുതി, ആലപ്പുഴയിൽ നടന്ന സംവാദത്തിൽ ശൂന്യമായ തലച്ചോറുമായിക്കൊണ്ടാണ് കായക്കൊടിയും ടീമും വന്നത് എന്ന് പറഞ്ഞിട്ട് സുന്നി പണ്ഡിതന്മാർ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ വളരെ ഭംഗിയായി തന്നെ കാര്യങ്ങൾ സമർത്ഥിച്ചു. അവരുന്നയിച്ചൊരു തെളിവിനെ പോലും തൊടാൻ വഹാബികൾക്കായില്ല. ചില തെളിവുകൾ അവർ കണ്ട മട്ടുപോലും ഉണ്ടായില്ല. ധാരയുന്നത് സംസ്ഥയല്ലേ എഴുതുന്നത്, സംസ്ഥയിൽ നിന്ന് പോയ ആളുകൾ. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ എല്ലാവരും ഇത്തിഫാഖ് നിലക്ക് അംഗീകരിക്കുന്നു, ഈ സംവാദം നമ്മൾ വല്ലാതെ നാണക്കേടിലാക്കി. അവരുടെ പ്രമുഖനായ നേതാവ് KNMന്റെ സമുന്നതനായ നേതാവ് അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ പറയുന്ന ഒരു ക്ലിപ്പ് നിങ്ങൾ ആദ്യം കേൾക്കൂ. അദ്ദേഹം പറയാണ്, ഈ സംവാദം വല്ലാത്ത നാണക്കേടാണ് ഉണ്ടാക്കിയത്. ഇത്തരം നാണക്കേടുണ്ടാക്കിയ സംവാദം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കേട്ടോളൂ. സൗണ്ട് എടുത്തു. സൗണ്ട് വരില്ല. ഒരു വേള ഇത്രമാത്രം നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന സംവാദം ഇതിനു മുമ്പ് നടന്നായിട്ട് ഓർക്കുന്നില്ല. എന്ത് ഇത്രത്തോളം നാണക്കേടുണ്ടാക്കിയൊരു സംവാദം ഇതിന് മുമ്പ് ഒരിക്കലും ഉണ്ടായതായി നമ്മളെ അറിവിലേ ഉണ്ടായിട്ടില്ല. ഇത്രത്തോളം നാണക്കേട് മുമ്പൊക്കെ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത്ര നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ല എന്ന്. മുമ്പ് നമ്മൾ സംവാദം നടത്തിയപ്പോഴൊക്കെ അവർക്ക് നാണക്കേട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം നാണക്കേടുണ്ടായൊരു സംവാദം ഇതിൻ്റെ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. അത്രത്തോളം പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം വഷളായി നിൽക്കുന്നൊരവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. എന്തായിരുന്നു സംവാദം? നമ്മൾ ശരിക്കൊന്ന് പഠിക്കുമ്പോൾ സംവാദത്തിൽ നമ്മുടെ വാദവും അവരുടെ വാദവും നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ വാദം വളരെ കൃത്യമായിട്ടായിരുന്നു നമ്മൾ വാദം എഴുതി വെച്ചത്. സാധാരണയിൽ വ്യവസ്ഥക്ക് പോയാൽ ഇവർക്കൊരു സ്വഭാവമുണ്ട്, വാദം എഴുതുമ്പോൾ എങ്ങനെയും തെറ്റിയിട്ട് സംവാദത്തിന് രക്ഷപ്പെടാൻ ശ്രമിക്കും. നമ്മൾ കോഴിക്കോട് സംവാദത്തിൻ്റെയും ആലപ്പുഴ സംവാദത്തിൻ്റെയും വ്യവസ്ഥക്ക് പോയപ്പോൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ആദ്യമേ ഒരു രീതി നമ്മൾ സ്വീകരിച്ചു. നമ്മൾ പറഞ്ഞു, വ്യവസ്ഥയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട, നിങ്ങളെ വാദം നിങ്ങൾ എഴുതിത്തരാ, ഞങ്ങളെ വാദം ഞങ്ങൾ എഴുതിത്തരാറുണ്ട്. പിന്നെ കുടുങ്ങിയല്ലോ. സാധാരണ ഈ വാദം എഴുതുമ്പോൾ ഇങ്ങനെ തർക്കിക്കും, അതാ വാദം അങ്ങനെ പറ്റൂല, അവാദം അങ്ങനെ പറ്റൂല, അവാദം അങ്ങനെ പറ്റൂല. അപ്പോൾ അനസ് മൗലവി പറഞ്ഞു, അല്ല നല്ലൊരു 2 മിനിറ്റൊക്കെ നമുക്ക് സംസാരിച്ചു കൂടെ വെച്ചു. അപ്പോൾ ബഹുമാനമായിട്ട് MT സാർ പറഞ്ഞു, അതൊന്നും വേണ്ട, സംസാരം ഒന്നും ഇവിടെ ഇല്ല, വാദം എഴുതാനാണ് വന്നത്. സംസാരം ഇൻഷാ അല്ലാഹ് സംവാദത്തിൽ നടത്താം. നമ്മളിപ്പോൾ വാദം എഴുതുക, നിങ്ങളെ വാദം നിങ്ങൾ എഴുതിത്തരിക, ഞങ്ങളെ വാദം ഞങ്ങൾ എഴുതിത്തരാം. അവസാനം പെട്ടു, പാവങ്ങൾ വാദം എഴുതി, നമ്മുടെ വാദം നമ്മളും എഴുതി. നമ്മൾ ഈ ആലപ്പുഴ സംവാദത്തിൽ നമ്മൾ വാദം എഴുതുമ്പോൾ ഒന്ന് വിശാലമായി തന്നെ എഴുതി. കാരണം നമ്മളെ കാഫറാക്കാൻ, മുഷിരിക്കാക്കാൻ വേണ്ടി ഒരുപാട് ആരോപണങ്ങളുമായി ഇവരെപ്പോഴും വരാറുണ്ട്. പക്ഷെ സംവാദം നടക്കുമ്പോൾ കേവലം ഇസ്തിഗാസയിൽ ഒതുങ്ങി നിൽക്കുന്നൊരു രീതി വരാറുണ്ട്. അതൊന്ന് മാറ്റി നിർത്തുക എന്ന നിലക്ക് നമ്മൾ വാദം എഴുതി. സുന്നികളെ വാദം ഇങ്ങനെ എഴുതി, മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്ന തൗഹീദും ആരോപിക്കുന്ന ഷിർക്കും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്ന തൗഹീദും ശരിയല്ല, അവർ നമ്മൾക്കെതിൽ ആരോപിക്കുന്ന ഷിർക്കൻ ആരോപണങ്ങൾ അതും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. അവർ അവരുടെ വാദം എഴുതി. എക്കാലത്തും എഴുതുന്ന പോലുള്ളൊരു വാദം, ബദരീങ്ങളെ കാക്കണേ,
മുഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് ദ്വാ ഇരക്കൽ ഷിർക്കാണ്. ദ്വാ ഇരക്കൽ ഷിർക്കാണ്. ഇതാണ് അവരുടെ വാദം എഴുതിയത്. അപ്പം നമ്മൾ വാദത്തിൽ നിന്ന് തന്നെയാണ് ചോദിക്കണമല്ലോ. അപ്പം നമ്മൾ പഠനം നടത്തി എന്താണ് ഇവർ ദ്വാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇവരെതിരിക്കുന്ന ദ്വാ ഇരക്കൽ ഷിർക്കാണ്. അപ്പം നമ്മൾ ഇവരുടെ ആധികാരിക ഗ്രന്ഥം നിലക്കാണ്, ഇവരുടെ പുസ്തകമാണിത്. ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന് പറയുന്ന പുസ്തകമാണ്. കുഞ്ഞീദ് മദനി എഴുതിയ പുസ്തകമാണ്. കുഞ്ഞീദ് മദനി എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രമുഖനായ നേതാവാണ്, ഇപ്പോൾ മരണപ്പെട്ടു പോയ വ്യക്തിയാണ്. അദ്ദേഹം ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി തന്നെ എന്താണ് പ്രാർത്ഥന, എന്താണ് ദ്വാ ഇരക്കൽ എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. അബൗദ്ധികമായ മാർഗത്തിൽ ഒരു ഉപകാരലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള മനസ്സിൻ്റെ തേട്ടമാണ് പ്രാർത്ഥന. എന്ത്? അബൗദ്ധികമായ മാർഗം, ഒരു അസാധാരണ മാർഗം. ഈ മാർഗത്തിലൂടെ ഒരു ഗുണം പ്രതീക്ഷിക്കലോ അല്ലെങ്കിൽ ഒരു ഉപദ്രവം പേടിക്കലോ, ഈ രണ്ടാലൊരു അവസ്ഥ വരുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. ഒരാളിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുക എന്നൊരു പ്രത്യേകം എഴുതി. ഇവിടെ ചുണ്ടുകളെ കൊണ്ട് ഒരുവിട്ടാലും ഇല്ലെങ്കിലും അത് പ്രാർത്ഥനയാണ്. അപ്പം പ്രാർത്ഥനയാകണമെങ്കിൽ എന്താ വേണ്ട? ബദരീങ്ങളെ കാക്കണേ എന്ന് പറയേണ്ട ആവശ്യമില്ല, മമ്പർത്ത തങ്ങളെ സഹായിക്കണേ എന്ന് തേടേണ്ട ആവശ്യമില്ല. എന്ത് ഉണ്ടായാൽ മതി? മമ്പർത്ത തങ്ങൾ നമ്മളെ സഹായിക്കും, ബദരീങ്ങൾ നമ്മളെ സഹായിക്കും. അഭൗതികമായ മാർഗത്തിലൂടെ ഏതെങ്കിലും പരിശുദ്ധരായ അമ്പിയാക്കളോ ഔലിയാക്കളോ നമ്മെ സഹായിക്കും, അല്ലെങ്കിൽ അവർക്ക് നല്ല ഗുണം കിട്ടും. ഈ ഒരു പ്രതീക്ഷ ഉണ്ടായാൽ തന്നെ അതെന്താണ്? പ്രാർത്ഥനയാണ്. ഇവരെഴുതിയ വാദപ്രകാരം ദുആയാണ് എന്നൊരു അദ്ദേഹം ഒന്നുകൂടി പറയുന്നുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു സഹായം തേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന. ശൈലി ഒന്നുകൂടി മാറ്റി പറഞ്ഞാൽ ആരത് മാറ്റുന്നത്? വരന്നെ. അങ്ങനെ ഖുർആനിലില്ല, ഹദീസിലില്ല, പൂർവികരാരും പഠിപ്പിച്ചിട്ടില്ല. ഇവരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇവർ തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ശൈലി ഒന്നുകൂടി മാറ്റി പറഞ്ഞാൽ മറഞ്ഞ വഴിക്ക് ഒരു ഉപകാരം തേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന. ഇത് ഒന്നുകൂടി വ്യക്തമാക്കി AP അബ്ദുൽ ഖാദർ മൗലവി, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മർഹൂം AP അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹം ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു എന്താണ് ദുആ. അദ്ദേഹം പറഞ്ഞു പേരെന്തിട്ടാലും, പേരിലല്ല വിഷയം, പേര് നിങ്ങൾ എന്താ ചിട്ടുള്ളൂ, ദ്വാരക്കാന്ന് പേരിട്ടോളിയും പ്രാർത്ഥിക്കാന്ന് പേരിട്ടോളിയും ഇസ്തിഹാസ ഇട്ടാലും വേണ്ടില്ല. ഇനി ബഹുമാനപ്പെട്ട MT സാഹിബ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഇനി ചക്കക്കുരു എന്ന് പേരിട്ടാലും വേണ്ടില്ല, എന്ത് പേരിട്ടാലും വേണ്ടില്ല, എന്ത് പേരിട്ടാലും വേണ്ടില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? അഭൗതികമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവം പേടിക്കുകയോ ചെയ്യുക, ഇതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. പിന്നെ അവിടെ കൈ ഉയർത്തിയാലും വേണ്ടില്ല, ഉയർത്തിയിട്ടില്ലേലും വേണ്ടില്ല, ചുണ്ടുകളെ കൊണ്ട് ഒരുവിട്ടാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല. ഇതാണ് പ്രാർത്ഥന, ഇതാണ് ദുആ ഇരക്കൽ, ഇതാണ് ഇവർ എഴുതി വെച്ച നിർവചനം. അപ്പം നമ്മുടെ ഫസ്റ്റ് ചോദ്യം തന്നെ അതായിരുന്നു. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു, ഇങ്ങനൊരു നിർവചനം ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ? അബൗദ്ധികമായ മാർഗത്തിൽ എന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ? നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു. പക്ഷെ ആ ചോദ്യത്തിന് മൗലവി എന്താ മറുപടി എന്നറിയോ? ഖുർആനിൽ നിങ്ങൾ ചോദിച്ച അബൗദ്ധികമായ മാർഗത്തിൽ എന്നാണ്, ഖുർആനിൽ അബൗദ്ധികം എന്നുള്ള പദം കാണൂല എന്ന്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അബൗദ്ധികം കാണൂലെങ്കിലും ഈ അബൗദ്ധികം എന്നുള്ള വാക്കിൻ്റെ അറബി പദം ഉണ്ടാവൂലേ, അതെങ്കിലും കാണൂലേ? ഇയാൾ പറയണം അബൗദ്ധികം എന്ന് പറഞ്ഞാൽ മലയാള പദമല്ലേ, അത് ഖുർആനിലുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ അറബി പദമെങ്കിലും ചോദിച്ചു. മറുപടി പറഞ്ഞില്ല, മറുപടി പറയാൻ കഴിഞ്ഞില്ല അവർക്ക്. നമ്മൾ പറയല്ല, അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ തുറന്നു പറയുന്നുണ്ട്, ഇവരുടെ ഓരോ ചോദ്യങ്ങളും, സമസ്തക്കാരുടെ ഓരോ ചോദ്യങ്ങളും മർമ്മത്തിൽ കൊള്ളുന്ന ചോദ്യമായിരുന്നു. നമ്മളല്ല പറയണത്, നമ്മുടെ 10 ചോദ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറയാണ്, സമസ്തക്കാരുടെ ഓരോ ചോദ്യങ്ങളും അത് മർമ്മത്തിൽ കൊള്ളുന്ന ചോദ്യങ്ങളായിരുന്നു. അതിന് മറുപടി പറയാൻ മറുവിഭാഗത്തിന് സാധിച്ചിട്ടില്ല, അവർ കഴിഞ്ഞിരുന്നില്ല. അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കലിനെ പറയട്ടെ, ഇന്നലെ ആലപ്പുഴ വെച്ച് പറഞ്ഞതാണത്. സമസ്തക്കാര് ചിഹ്നം സ്ഥിരമൊന്നും നേരിട്ട് ചോദിച്ചില്ല, ശരിയാണ്, നേരിട്ട് ചോദിച്ചില്ല. പക്ഷേ അവര് മർമ്മത്തിൽ നിന്ന് തന്നെ ചോദിച്ചത് ഉണ്ടോ? മർമ്മത്തിൽ നിന്നുകൊണ്ടാ സുന്നികൾ ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം വളരെ വ്യക്തമായി നമ്മൾ ചോദിച്ചു, പക്ഷേ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും മറുപടി പറഞ്ഞില്ല. അവസാനം ആൾ പറഞ്ഞു അക്സ ആയത്തിൽ ഖുദൂ വത്തദല്ലുലി. അപ്പോൾ നമ്മൾ ചോദിച്ചത് ഖുർആനിൽ എത്രാമത്തെ ആയത്താണ്?
ഞാൻ അതൊന്നും ഇട്ട് കേൾപ്പിക്കണില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബിൽ ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാം ഇട്ട് കേൾപ്പിക്കുന്നില്ല. ഖുർആനിൽ എത്രാമത്തെ ആയത്താണിത്? അതൊക്കെ മറുപടി ഇല്ല. പിന്നെ അയാൾ പറഞ്ഞു ഇദാ സഅൽത ഫസ്അലില്ല എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചത് ഖുർആനിൽ എത്രാമത്തെ ആയത്താണ്? അവസാനം ലാസ്റ്റ് വരെ നമ്മൾ ചോദിച്ചെങ്കിലും മറുപടി പറയാൻ കഴിഞ്ഞില്ല. പിന്നീട് അവലോകന സമയത്ത് ഇവരുടെ ഏറ്റവും വലിയ നേതാവ്, അതാണ് രസം, ഇവരുടെ സംവാദത്തിലൊന്ന് ആളുകളാരറിയോ? ഒന്ന് അബ്ദുറഹ്മാൻ സലഫി. അബ്ദുറഹ്മാൻ സലഫി എന്ന് പറഞ്ഞാൽ ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ KNMന്റെ ഏറ്റവും വലിയ നേതാവാണ് അബ്ദുറഹ്മാൻ സലഫി. നമ്മളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ദർസ് പഠിക്കുന്ന സമയത്ത് കേരളത്തിൽ അന്ന് കൂടുതൽ ഗണ്ണന പ്രസംഗം നടത്തിയത് മുജാഹിദിന് വേണ്ടി അബ്ദുറഹ്മാൻ സലഫിയാണ്. വാഴക്കാടൊക്കെ എത്രയോ ഗണ്ണനങ്ങൾ നടത്തി സംവാദം നടത്തിയ ആളാണ് അബ്ദുറഹ്മാൻ സലഫി. പ്രായമേറെ ചെന്ന ആളാണ്. അദ്ദേഹം നമ്മൾ പലവട്ടം ആവശ്യപ്പെട്ടു, സലഫി നിങ്ങൾ നീണീക്കും, നിങ്ങളൊക്കെ വന്നതിലേക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞിട്ടുള്ളൂ, ദേഷ്യപ്പെട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഉണ്ടായില്ല, നിൽക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവലോകനത്തിണീറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ഖുർആനിൽ അങ്ങനെ നിർവചനം പറയുന്ന കിതാബല്ല ഖുർആൻ എന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞ നിർവചനം വേണ്ട, നിങ്ങളുടെ ആശയം സമർത്ഥിക്കാൻ പറ്റുന്ന ഒരു ആയത്ത് ഖുർആൻ ഓതാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ചോദ്യം ചെന്നു. എന്താ ചോദ്യം? ഏതെങ്കിലും പടപ്പിൽ നിന്ന് അഭൗതിക മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കൽ ഷിർക്കാണോ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒന്നെങ്കിൽ ആണ് അല്ലെങ്കിൽ അല്ല. ഇത് പറയട്ടെ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, അദൃശ്യത്തിന് ഖുർആനും വാക്കുണ്ട് മനസ്സിലായി. ആദ്യം പറഞ്ഞ അത് മലയാളമാണ്, ഖുർആൻ ഉണ്ടാവില്ല. ഇപ്പൊ ഖുർആൻ അറബിയിൽ പദമുണ്ട് മനസ്സിലായി. പക്ഷെ ഇതിന് പറ്റിയതില്ല. ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ രണ്ട് ചോദ്യം ഇവിടെ നിൽക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്തേ അനസ്മറി തൊടാത്ത? ഇപ്പൊ തപ്പ കടന്നിട്ട് മൊബൈലില് സെക്രട്ടറി ഒപ്പുണ്ട്, അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്. ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾ ചോദിക്കുക. ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം ആ ചോദ്യത്തിനോട് തൊട്ടിട്ടില്ല. എന്താ? അഭൗതികമായ മാർഗത്തിൽ ഏതെങ്കിലും പടപ്പിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചാൽ ഷിർക്കാണോ അല്ലേ? ഒന്ന് പറയും, പ്രശ്നം തീർക്കാനാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു ദേശത്തിനോ ഒന്നിനുമല്ല ഞങ്ങൾ നിൽക്കുന്നത്, ഇത് തീരാനാണ്. ദേഷ്യപ്പെട്ട് സംസാരിക്കണ്ട, സന്തോഷത്തോടെ സംസാരിക്കൂ. ലോകത്തുള്ള എല്ലാവരും ഇത് കാണട്ടെ, നല്ല നിലക്ക് സംവാദം നടക്കട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ. ഞങ്ങൾക്ക് അത്രേ ആഗ്രഹമുള്ളൂ. നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ഷിർക്ക് ആരോപിക്കാൻ വേണ്ടി ദുആ ഇരക്കാന്നാണ് പറഞ്ഞത്. ദുആക്കർത്തൽ കുഞ്ഞീത് മദനി പറഞ്ഞു, ഗുണം അഭൗതികമായ മാർഗത്തിലുള്ള ഗുണം പ്രതീക്ഷിക്കലാണ്. ശൈലി മാറ്റി പറഞ്ഞു, ഏത് നിലക്ക് പറഞ്ഞാലും വേണ്ടില്ല, ചുണ്ടുകളെ കൊണ്ടുരുവിട്ടാലും ഇല്ലെങ്കിലും ഞങ്ങൾ ചോദിക്കുന്നു, ഈ നിർവചനം ഖുർആനിലെ ഏതെങ്കിലും ആയത്ത് കൊണ്ട് തെളിയിക്കാൻ കഴിയും? ഒരൊറ്റ ആയത്ത്. കുറെ ഒന്നും ഉണ്ട്, ക്യാൻസൽ ചെയ്യാത്ത ആയത്ത് വേണം. ക്യാൻസൽ പോയി, എല്ലാത്തിണ്ടെങ്കിൽ ആയത്തെ ക്യാൻസൽ ചെയ്ത് ചോദ്യം. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയോ? നമ്മൾ ചോദിച്ചപ്പോൾ ആദ്യം ഇയാൾ പറഞ്ഞു 20 ആയത്തിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യാത്ത ആയത്തോ ഈ തരണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, വീണ്ടും ചോദിക്കുന്നു. ഞങ്ങളെ രണ്ട് ചോദ്യവും നിങ്ങളെ കുറിക്കൊള്ളുന്ന ചോദ്യമാണ്. അതുകൊണ്ട് അടുത്ത മറുപടി ഷിർക്കാണോ അല്ലേ? എസ് ആർ ക്വസ്റ്റ്യൻ. അതെ, അതിനായിട്ടൊന്നും വേണ്ട. ആദ്യത്തിന് ആയത്ത് വേണം, രണ്ടാമത്തിന് ഷിർക്കാണോ അല്ലേ? കണ്ടോ? ഒന്നാം ചോദ്യത്തിന് ആയത്തോതണം, രണ്ടാം ചോദ്യത്തിൽ നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? ആണോ അല്ലേ? പണ്ട് ഞങ്ങൾ പൊളിക്കൽ വെച്ചുകൊണ്ടൊരു സംവാദം ഉണ്ടായി, മണ്ണാർക്കാട് ഉണ്ടായി. അത് വേറെ ടീമിനോടാണ് ഉത്തരം. അന്ന് അവരോട് ചോദിച്ചൊരു ചോദ്യം, ഇതേ ചോദ്യം തന്നെ ചോദിച്ചത്. കാന്തരും AP അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ചുള്ള കേശങ്ങൾ മുത്തുനബിയുടെ ആണോ അല്ലേ? ഒന്നിങ്ങൾ ആണ് എന്ന് നിങ്ങൾ എഴുതൂ, അല്ലെങ്കിൽ അല്ല എന്ന് എഴുതൂ. ഒരെണ്ണം ഞങ്ങൾ എഴുതൂലായിരുന്നു. ഇതേ അവസ്ഥ തന്നെ ഇവിടെ ഉണ്ടായത്. ആണോ അല്ലേ? ഇന്നലെ അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ ഇതിന് ക്ലിപ്പിട്ട് മറുപടി പറഞ്ഞ എന്താ അറിയോ? അബ്ദുൽ ലത്തീഫ് പറഞ്ഞത്, ആ പാവങ്ങളോട് ഒന്നേ ചോദിച്ചിട്ടുള്ളൂ, ആണോ അല്ലേ? ഒന്നിങ്ങനെ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെന്ന് പറയാം. അത് രണ്ടും പറയാൻ കഴിഞ്ഞില്ല. നമ്മളല്ല പറയണത്, നമ്മൾ പറഞ്ഞില്ല എന്ന് പറയും. അതിപ്പോൾ സുന്നികൾ എന്തായാലും സുന്നികൾ ആ ഭാഗം വിജയിച്ചു എന്നല്ലേ പറയുള്ളൂ. ഇതാരാ പറയുന്നത്? KNMന്റെ സമുന്നതനായ നേതാവ് അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ പറയാണ്, ആണോ അല്ലേ എന്ന ചോദ്യത്തിന് 2-1 പ്രമാണമൊന്നും ചോദിച്ചിട്ടില്ല സുന്നികൾ. ആണോ അല്ലേ? ഒന്നെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. ഇത് പറഞ്ഞാൽ മതി. പറയട്ടെ. ഒരു പ്രാവശ്യം ഉത്തരം വരാൻ ശ്രമിച്ചു. ആ ശ്രമിച്ചത് പോലും എന്തായിരുന്നു? മുസ്ലിയാക്കന്മാരെ കൂടെ വന്നിരിക്കുന്നതിന് മുസ്ലിയാറിന്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് ആ ശൈലി കാണിച്ചു. എന്താണ്? അദൃശ്യ അഭൗതികമായ മാർഗത്തിൽ അള്ളാഹുവിന്റെ പടപ്പുകളോട് ഗുണമോ ദോഷമോ ചോദിക്കുന്നത് അത് ശിർക്ക് തന്നെയാണ് എന്ന് പറഞ്ഞു. അത് ശിർക്കാന്ന് പറഞ്ഞു. എന്നാൽ ചോദിച്ചെന്തായിരുന്നു? അദൃശ്യമായ അല്ലെങ്കിൽ അഭൗതികമായ മാർഗത്തിൽ
ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നത് അത് ശിർക്കാണോ അല്ലയോ എന്നാണ് ചോദ്യം. അതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതി. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഒന്നെങ്കിൽ ആണ്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി അല്ല. 10 തവണ ചോദിക്കുന്നത്, ഒരു വട്ടമല്ല, ഓരോ തവണ നമ്മൾ ചോദിക്കും ആണോ അല്ലേ, ആണോ അല്ലേ. ഇയാളും ഉണ്ടൂല. പറയട്ടെ, അത്ര പറഞ്ഞാൽ മതി. എന്ത് പറഞ്ഞാൽ മതി? ആണോ അല്ലേ, രണ്ടാലൊന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞില്ല, എന്താ പറയാതിരിക്കാൻ കാരണം അറിയോ? പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത ചോദ്യം വരാൻ നിൽക്കുകയാണ്. ആണ് പറഞ്ഞാലും കൊടുങ്ങും, അല്ലാന്ന് പറഞ്ഞാലും കൊടുങ്ങും. അതാ ലത്തീഫ് പറയേണ്ടതൊക്കെ. ലത്തീഫിൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നമെന്നുള്ളൂ. ലത്തീഫ് പറയാ 2 പറഞ്ഞാൽ ഓലോടെ കൊടുങ്ങും. അതവർക്കറിയാം, കൊടുങ്ങുന്നറിയാം. കുറിക്കുള്ള ചോദ്യം തന്നെയാണ്. ഞങ്ങൾ വെറുതെ പെട്ടെന്ന് കൂടി ചോദിച്ചല്ല, വളരെ ചിന്തിച്ച് ആലോചിച്ച ചോദ്യമാണ്. മഹാന്മാരെന്ന് ഗുണം പ്രതീക്ഷിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞാൽ സഹാബികൾ മുശ്രിക്കായോ ചോദ്യം വരും. അപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു സഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സഹാബികൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുണ്യനബിക്കത ഒരു വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഒരു സ്വഹാബി വനിത മുത്തുനബിയുടെ അടുക്കലേക്ക് ഒരു ഷർട്ടുമായി കൊണ്ടുവരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തു. നബി തങ്ങൾ ധരിച്ചു. നബിക്ക് നല്ല ഇഷ്ടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്താജൻ ഇലൈഹാ ഫലബിസഹാ ഫറആഹാ അലൈഹി റജുലുൻ മിനസ് സ്വഹാബ. നബി തങ്ങൾ വലിയ താല്പര്യത്തോടുകൂടി ആ ഷർട്ട് ധരിച്ചു. കണ്ടവർക്കൊക്കെ വലിയ സന്തോഷമായി. അപ്പോൾ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ നബിയോട് ചോദിച്ചു, നബിയെ ആ ഷർട്ട് എനിക്ക് തരുമോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നഅം, തരാലോ. നബി തങ്ങൾ അങ്ങനെ ചോദിച്ച മുടക്കുമല്ലോ, വേഗം കൊടുത്തു. അല്ലാഹു റസൂലോട് എണീറ്റ് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാമഹു അസ്ഹാബഹു. സഹാബികൾ ഈ സഹാബി കുറെ ചീത്ത പറഞ്ഞു. നബിക്കൊരു ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചപ്പോഴേക്ക് നീ അത് ചോദിച്ചു വാങ്ങിയില്ലേ? നീ എന്ത് പണിയാണ് നീ ചെയ്തത്? നബി തങ്ങൾ എന്ത് ചോദിച്ചാലും തടസ്സം നിൽക്കൂല, ചോദിച്ചാൽ തരുന്ന ആളാന്ന് നിനക്കറിയില്ലേ? നീ എന്ത് പണിയാണ് ചെയ്തത്? നീ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. ഉടൻ തന്നെ ആ സഹാബി പറഞ്ഞ വാക്കെന്താ? ആ സഹാബി പറയുകയാണ്, റജൗതു ബറക്കതഹാ, ഞാൻ കേവലം ഒരു വസ്ത്രം എന്ന നിലക്ക് ചോദിച്ചതല്ല, ഒരു പുതിയ വസ്ത്രം എന്ന നിലക്ക് ചോദിച്ചതല്ല, കാണാൻ നല്ല ഭംഗിയുള്ള വസ്ത്രമല്ലേ എന്ന നിലക്ക് ചോദിച്ചതുമല്ല. പിന്നെയോ റജൗതു ബറക്കതഹാ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ സ്പർശിച്ച ആ വസ്ത്രത്തിന്റെ ബറക്കത്ത്, അബൗദ്ധികമായ ഗുണം, അത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. കണ്ടോ, മുത്തുനബി തട്ടിയപ്പോൾ, മുത്തുനബിയുടെ ശരീരത്തിൽ ധരിച്ചപ്പോ അതിന് അബൗദ്ധികമായൊരു ഗുണം ലഭിക്കുമല്ലോ. ആ അബൗദ്ധികമായ ഗുണമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്തിനാണത്? ആ സഹാബി പറയുന്നത് കേൾക്കും നിങ്ങൾ, ലഅല്ലി ഉകഫനു ഫീഹാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കബറടക്കുന്നതിന്റെ മുമ്പ് കഫൻ ചെയ്യുമ്പോ ആ കഫൻ ചെയ്യപ്പെടുന്നത് ഈ മുത്തുനബിയുടെ വസ്ത്രത്തിലായിരിക്കണം. അഭൗതികമായ ഗുണം ലഭിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ആ വസ്ത്രം ചോദിച്ചത്. ഈ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? അഭൗതികമായ ഗുണം പ്രതീക്ഷിച്ചാൽ അത് ആരാധനയാണ്, പ്രാർത്ഥനയാണ്. അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുമ്പോൾ അത് ഷിർക്കാണ്. അപ്പോൾ ഈ സഹാബി ആരായി? മുശ്രിക്കായി. ഇതാ നമ്മുടെ ചോദ്യം വരാൻ പോണത്. ഇതുവരാ കുടുക്കി. അപ്പൊ ഇവർ പറഞ്ഞെന്താ അറിയോ? ഇവർ സാധാരണ എല്ലായിടത്തും പറയാറുള്ളത് അങ്ങനെ ബർക്കത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കല. അവിടെ രക്ഷപ്പെടില്ല എന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു, അത് മുത്തുനബിൻ്റെതല്ലേ, മുത്തുനബിക്ക് വഹീ മുഖേന കിട്ടിയതല്ലേ, അതുകൊണ്ട് ആവാം. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം എന്താ? അടുത്ത ചോദ്യം നമ്മൾ ചോദിച്ചു, അപ്പൊ വഹീ മുഖേന ഷിർക്ക്, അള്ളാഹു വഹീ മുഖേന ഷിർക്ക് ചെയ്യാൻ പറയോ? ഈ നിർവചനപ്രകാരം വഹിയാണെങ്കിലും അല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും ചുണ്ടുകളെ കൊണ്ട് ഒരുവിട്ടാലും ഇല്ലെങ്കിലും ചോദിച്ചാലും ഇല്ലെങ്കിലും ഗുണം കിട്ടുമെന്ന് കണ്ടാൽ, ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കാണെന്നല്ലേ നിങ്ങൾ ഈ പുസ്തകത്തിലും അതോടൊപ്പം തന്നെ AP അബ്ദുൽ ഖാദറുള്ള പുസ്തകത്തിലും പറയുന്നത്? അപ്പൊ പറഞ്ഞത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഷിർക്ക് പറ്റുമോ?
ഷിർക്ക് ചെയ്യാൻ അല്ലാഹു റസൂൽ കൽപ്പിക്കുമോ? അല്ലാഹ് കൽപ്പിക്കുമോ? പിന്നെ അവർക്ക് മറുപടിയില്ല. അപ്പൊ അവർ പറഞ്ഞു അത് നബിയുമായി കൊണ്ട് മാത്രം ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോഴാണ് നമ്മൾ അടുത്ത ചോദ്യം ചെല്ലുന്നത്. നബിയുമായി കൊണ്ട് മാത്രം ബന്ധപ്പെട്ടതാണെന്നാണ് നിങ്ങളെ വാദമെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യം ചോദിച്ചു. എന്താ? നബിയും സഹാബത്തും ഒരു യാത്ര പോകുകയാണ്. യാത്ര പോകുന്നത് സഹാബത്ത് മുത്തുനബിയോടുകൂടി യാത്ര പോകെ ഒരു വഴിയിൽ ഇറങ്ങുകയാണ് വെള്ളം കുടിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി പറഞ്ഞു, ആ കിണറ്റത്തെ വെള്ളം കുടിക്കരുത്, ആ വെള്ളം ഒഴിവാക്കൂ. ഇത് അപ്പുറത്തൊരു കിണറുണ്ട്, ആ കിണറിൽ നിന്ന് കുടിച്ചോളൂ. ഏതാണ് ആ കിണർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കിണറാണ് മിനൽ ബിഇരില്ലത്തി കാനത് തരിദുഹൻ നാഖ. മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒട്ടകം കുടിച്ച ഒരു കിണറുണ്ട്. എന്ത്? നബി കുടിച്ച കിണറല്ല, സാലിഹ് നബി കുടിച്ച കിണറല്ല, പിന്നെ സാലിഹ് നബിയുടെ ഒട്ടകം വെള്ളം കുടിച്ചൊരു കിണറുണ്ട്, ആ കിണറ്റത്തെ വെള്ളം കുടിച്ചോളൂ. അപ്പൊ ഇത് നബിയല്ലല്ലോ. നമ്മളവിടെ ഇബാറത്ത് ഉദ്ധരിച്ചു, നമ്മൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇബാറത്ത് ഉദ്ധരിച്ചു. എന്താ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം? എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഹദീസിൽ ദലീലുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചത്? അമ്പിയാക്കളെ കൊണ്ട് മാത്രമല്ല ഗുണം പ്രതീക്ഷിക്കൽ, ആരെ കൊണ്ടും പറ്റും? സ്വാലിഹീങ്ങളെ കൊണ്ടും. അപ്പൊ നിങ്ങൾ ഏതും പൊളിഞ്ഞു? അടുത്ത വാദം പൊളിഞ്ഞു. അടുത്ത വാദം എന്തായിരുന്നു? നബിമാരെ കൊണ്ടാണ് കുഴപ്പമില്ല. ഇത് നബിയാണോ? ഒട്ടകൻ നബിയാണോ? പിന്നെ ഉണ്ടാട്ടില്ല. അപ്പൊ അവർ ചോദിച്ചു, തബറുക്കിന് അഭൗതികം എന്ന് എവിടുന്ന് അർത്ഥം കിട്ടി? തബറുക്കിന് അദൃശ്യം എന്ന് എവിടുന്ന് അർത്ഥം കിട്ടി? അപ്പൊ നമ്മൾ കിതാബിന്റെ ഇബാറത്ത് വായിച്ചു കൊടുത്തു, പിന്നെ ഉണ്ടാട്ടില്ല. അബ്ദുസലാം സുല്ലമിയുടെ പുസ്തകത്തിലുണ്ടെന്ന് വായിച്ചു കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു സലാസുലിയുടെ പുസ്തകം കാണണം എന്ന് പറഞ്ഞു, കാണിച്ചു കൊടുത്തു, പിന്നെ ഉണ്ടാട്ടില്ല. അവിടെ കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ അടുത്ത ചോദ്യം ചെല്ലുന്നത്. ഈ ഭാരത്തൊക്കെ വായിച്ചപ്പോൾ അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ പറയുന്നുണ്ട്, ഇവർ തബറുക്കിന് വേണ്ടി ഒരു കിതാബ് ഉദ്ധരിച്ചു. ആ കിതാബിൽ എന്ത് പറയുന്നുണ്ട്? അത്രേ ഇവർ ഒപ്പിച്ചതാണ്. എന്താ പറയുന്നത്? അമ്പിയാക്കളെ കൊണ്ട് ആണെങ്കിൽ മാത്രമാവാൻ നബിയുടെ ഹുസൂസിയത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മളെ വായിച്ചു കൊടുത്തു, പിന്നെ മുണ്ടാട്ടുണ്ടായില്ല. നമ്മളല്ല പറയണത്. അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ പറയാ, വെറുതെ എന്തിനാ കിതാബൊക്കെ എടുക്കാൻ പോയത്? കിതാബ് അവർ പകുതി വായിച്ചപ്പോൾ ബാക്കി ആര് വായിച്ചു? സുന്നികൾ വായിച്ചു. അതോടെ നാളെ വീണ്ടും കിട്ടും. പറയട്ടെ, അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ പറയട്ടെ. അങ്ങനത്തെ ഇബാറത്തുകളുടെ പിന്നാലെ ചില ഇബാറത്തുകളുടെ പിന്നാലെ മുജാഹിദുകൾ അവകാശപ്പെടുന്ന ആളുകൾ പോയി. അപ്പോ അതിന്റെ അടുത്ത ഇബാറത്ത് കൂടി വെച്ചു. കണ്ടോ? ഹിതാബിന്റെ ഇബാറത്തുകളെ പിന്നാലെ പോയപ്പോ അതിന്റെ ബാക്കി ഭാഗം മൂലമരൻ വായിച്ചു കൊടുത്തു, പിന്നെ അവർക്ക് ഉണ്ടാട്ടല്ല. അപ്പോഴാണ് നമ്മൾ അടുത്ത സംഭവം വരുന്നത്. എന്താ നമ്മുടെ ചോദ്യം? എത്രയോ കിലോമീറ്റർ അകലെയുള്ള ഒരാളെ കേൾക്കുമെന്ന പ്രതീക്ഷയോടെ അഭൗതികമായി അസാധാരണ മാർഗത്തിൽ അയാളെ വിളിച്ചാൽ ഷിർക്കാകുമോ? ഒരാൾ മലപ്പുറത്ത് നിന്ന് ഇങ്ങനെ വിളിക്കുക. എവിടെയുള്ള ആൾക്കാർ വിളിക്കുന്നത്? ബോംബെയുള്ള ഒരാൾക്കിനെ വിളിക്കുകയാണ്. എങ്ങനെ വിളിക്കുന്നത്? മൊബൈലിലൂടെ അല്ല, ഇവിടെ നിന്ന് വെറുതെ വിളിക്കുക. അപ്പൊ അയാൾ കേൾക്കുമെന്ന വിശ്വാസത്തോടു കൂടെ ഈ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? അസാധാരണ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് പ്രാർത്ഥനയാണ്, ദ്വായിരക്കലാണ്, അത് ഷിർക്കാണെന്നാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാൾ കേൾക്കുന്ന പ്രതീക്ഷിക്കുന്ന അബോധികമല്ലേ, അസാധാരണമല്ലേ, അദൃശ്യമല്ലേ, മറഞ്ഞ വടിയല്ലേ? അതുകൊണ്ട് അങ്ങനെ വിളിച്ചാൽ അത് ഷിർക്കാകുമോ? ആദ്യത്തെ ചോദ്യത്തിൽ ഇവർ മിണ്ടിയതനില്ല, കാരണം ഇവർക്ക് ഇതെന്താ മനസ്സിലായിട്ടുള്ള ഈ സംഭവം. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിൽ ചെറിയൊരു ക്ലൂ കൊടുത്തു. കുട്ടികൾ വരും പോലെ ഒരു ചെറിയൊരു ക്ലൂ കിട്ടിക്കൊടുത്തു. ഒരു ബാപ്പ മോനോട് ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന് അസ്സലാ അസ്സലാ എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് ഷിർക്കാകുമോ? അപ്പൊ ഇവർ എണീറ്റിട്ട് പറഞ്ഞു, അത് നിസ്കരിക്കാൻ പറഞ്ഞല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറത്ത് പള്ളിക്ക് ബാങ്ക് കൊടുക്കപ്പത് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുന്ന ആ സമയത്ത് ഇവർ കിടന്ന് പരക്കം പോയ ഈ സംഭവം കാണാനല്ലോ. അപ്പൊ എം ടി അബൂബക്കർ പറഞ്ഞു, 1000 കിലോമീറ്റർ അപ്പുറത്താണ്, ഞങ്ങൾ 1000 കിലോമീറ്റർ നെറ്റിലടിച്ചാൽ മതി പറഞ്ഞു. അപ്പൊ ഇവർ അടിച്ചു നോക്കി 1000 കിലോമീറ്റർ, അപ്പൊ അതും കാണാനില്ല. ഈ സാധുക്കൾ വല്ലാത്ത പടലായിരുന്നു. ആരാ നിരീക്ഷണം, ആ രംഗം അവർ കാണാൻ തന്നെ രസകരമാണ്. അനസ് മൗലവിക്ക് പരക്കം പോയിരുന്നു, വേഗക്ക് നോക്കി. സലഫി തല പൊന്തിക്കണില്ല, മൊബൈലിൽ നിന്ന് ഇങ്ങനെ നോക്കി തന്നെ അസ്സല കുറെ അടിച്ചു നോക്കി. നെറ്റിലേക്ക് അസ്സല അടിച്ചാൽ ലക്ഷക്കണക്കിന് അസ്സല വരൂലേ. ഞങ്ങൾ ഈ സഹാബിയുടെ പേര് പറഞ്ഞ മനഃപൂർവ്വം ചെയ്താ, സഹാബിയുടെ പേര് പറഞ്ഞില്ല.
സഹാബിയുടെ പേര് പറയാതെ ഞങ്ങൾ അവിടെ നിർത്തി. ഇങ്ങനെ ഒരാള്. അതിൽ അനസ് മൗലവി ലാസ്റ്റ് പറഞ്ഞു, ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സംവാദത്തിന് വന്ന ആൾ പറയാണ്, ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണത് എവിടെയാണുള്ളത് എന്ന്. ബഹുമാനോട് MT എന്ത് ചെയ്തു? ലാസ്റ്റ് ചോദിച്ചു, നിങ്ങളെ നിരീക്ഷണം എവിടെയെങ്കിലും എത്തിയോ? 1 മണിക്കൂർ ഇത് കഴിഞ്ഞിട്ട് അവസരം കൊടുത്തു. അത് നിരീക്ഷിച്ച് എവിടെയെങ്കിലും എത്തട്ടിട്ട് ആ 1 മണിക്കൂറിൽ ഇവർ കിട്ടിയില്ല. MT ചോദിച്ചു, വല്ലതും കിട്ടിയോ? നിങ്ങളെ നിരീക്ഷണം എവിടെ എത്തി? ആ രംഗം കാണാൻ രസമുള്ള രംഗമാണ്, നിങ്ങൾ കണ്ടോളൂ. പിന്നെ ഇവര് കൊണ്ടുവരുന്ന തെളിവുകൾ സൂക്ഷ്മമായി ഞങ്ങൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും. കണ്ടോ? എന്ത്? ഇവർ കൊണ്ടുവരുന്ന തെളിവൊക്കെ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും, പരീക്ഷിക്കും. കാരണം ഇവരെ കയ്യിൽ സാധനമല്ല. സംശയമൊന്നുമില്ല. നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ വേണ്ടി പോയതല്ലോ. ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം അത് വലിയൊരു സംഭവമല്ലേ. സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്നാ പറഞ്ഞത്. നിങ്ങൾ ഉദ്ധരിച്ച ആ തെളിവ് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേന് സൂക്ഷ്മ നിരീക്ഷണത്തിന് കിട്ടൂലേ? ആ ബൈനോക്കുലറിൽ അത് കണ്ടെത്തൂലേ എന്നതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ന്യായമായ ചോദ്യമാണ്. അത് നിങ്ങൾ വിടൂലേ? നോക്ക് നിങ്ങൾ. അനസ് മൗലവിക്ക് ഭയങ്കര തെരച്ചിലാ. ബാഗിലൊക്കെ തെരഞ്ഞോണ്ടിരിക്കുക. പിന്നെ ഇവര് കൊണ്ടുവരുന്ന തെളിവുകൾ സൂക്ഷ്മമായി ഞങ്ങൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും, നിരീക്ഷിക്കുക തന്നെ ചെയ്യും. സംശയമൊന്നുമില്ല. പിന്നെ ഇവര് കൊണ്ടുവരുന്ന തെളിവുകൾ സൂക്ഷ്മമായി ഞങ്ങൾ ഒരാൾ കമ്പ്യൂട്ടർ മുന്നിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണു, ഒരാൾ ബാഗ് തെരഞ്ഞു നോക്കണു, ഒരാൾ അന്തം പൊട്ടിരിക്കണു. എങ്ങനെ നോക്കിയിട്ട് സാധനം കിട്ടാല്ല? ഈ സംഭവം കിട്ടണ്ടേ? മറുപടി പറയണമെങ്കിൽ സമയം കഴിഞ്ഞു, ചോദ്യാവസരം കഴിഞ്ഞു. അതുകൊണ്ട് അപ്പൊ അനസ് മൗലവി ചെറിയ മൂപ്പര് തെരച്ചിലാ. അപ്പൊ MT സാർ പറഞ്ഞു, സമയം കഴിഞ്ഞു, ഇനി തെരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ മൂപ്പര് ഒരൊറ്റ ചെറിയ പണ്ട കുട്ടികൾ വേണേൽ ചെറിയുണ്ടല്ലോ, ആ ഒരു ചെറി നമുക്കൊരു പാവം തോന്നിയിരുന്നു. സത്യം പറയാലോ, എനിക്കൊക്കെ സഹതാപം തോന്നി. കാരണം വലിയ വലിയ നേതാക്കന്മാർ ചില്ലറക്കാരല്ല. ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി നിങ്ങൾ അറിയണം. ആര്? നമ്മൾ ആലിക്കുട്ടി സാഖ് വന്നാൽ എങ്ങനെ ഉണ്ടാവും? പിന്നെ KNM സെക്രട്ടറി. നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇവരുടെ ഏറ്റവും ടോപ്പ് നേതാക്കന്മാർ. നമ്മളോ SKSന്റെ ഉപസമിതി. SKS പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തില് വിദ്യാർത്ഥി സംഘടന, അതിൻ്റെ ഉപസമിതിയാണ് എന്ത്? ഇസ്തിഖാമ. അതിൻ്റെ ആൾക്കാർ നമ്മൾ ചെന്നിട്ടുള്ളത്. ഇവർക്ക് സംഭവം തരണ്ട് കാണാനല്ല. എന്താ സംഭവം? ഞാൻ വായിക്കാം. മഹാനായ അബൂ ഖുസാഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകനാണ് ഇയാൽ റളിയല്ലാഹു അൻഹു. അബൂ ഖുസാഫക്ക് മോനോട് വല്ലാത്ത സ്നേഹമാണ്. എപ്പോ നിസ്കാരത്തിന്റെ സമയമായാലും മഹാനായ അബൂ ഖുസാഫ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിനുണർന്നു കഴിഞ്ഞാൽ തൻ്റെ മോനെ വിളിച്ചുകൊണ്ട് പറയും, മോനെ യാ ഇയാൽ അസ്സലാ, യാ ഇയാൽ അസ്സലാ, യാ ഇയാൽ അസ്സലാ. മോനെ ഇയാളെ നിസ്കാരത്തിന്റെ സമയമായി, ഇയാളെ നിസ്കാരത്തിന്റെ സമയമായി, ഇയാളെ നിസ്കാരത്തിന്റെ സമയമായി. അപ്പൊ മോന് പറയും അത്രേ, ലബ്ബൈക ലബ്ബൈക യാ അബാ. ഉപ്പാ നിങ്ങളെ വിളിക്ക് ഞാൻ ഉത്തരം കേട്ടിരിക്കുന്നു ഉപ്പാ, ഞാൻ നിസ്കരിക്കാം ഉപ്പാ. ഇത് നാട്ടിലാകേണ്ട സംഭവമാണ് ആദ്യം. പിന്നീട് മോനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഉപ്പയുള്ളത് അസ്കലാനിലാണ്. മോനിപ്പോൾ ഉള്ളത് എവിടെയാണ്? ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് റോമിലാണ്. ഈ മോൻ പോയപ്പോ ബാപ്പാക്ക് വലിയ വിഷമമായി. എൻ്റെ മോൻ നിസ്കരിക്കണ്ടേ, മോനൊന്ന് കേൾക്കട്ടെ എന്ന പ്രതീക്ഷയോടുകൂടെ അസ്കലാനിന്റെ കുന്നിന്റെ മുകളിൽ കയറിക്കൊണ്ട് അബൂ ഖുസാഫ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, യാ ബുനയ്യ അസ്സലാ, യാ ബുനയ്യ അസ്സലാ, യാ ബുനയ്യ അസ്സലാ. എവിടെ കിടക്കണ മോനല്ല, തൊട്ട റൂമിൽ കിടക്കുന്ന മോനല്ല, തൻ്റെ കൂടെ കിടക്കുന്ന റൂമല്ല, തൻ്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന മോനല്ല, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന തൻ്റെ പൊന്നാര മോൻ ഇയാളിനെ വിളിക്കുന്നു, മോനെ ഇയാളെ അസ്സലാ അസ്സലാ. അപ്പൊ മോന്റെ മറുപടി എവിടുന്നാ മറുപടി? തൊട്ട റൂമൊന്നല്ല, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് മോന് വിളിച്ചു പറയുകയാണ്, ലബ്ബൈക യാ അബാ, ലബ്ബൈക യാ അബാ, ലബ്ബൈക യാ അബാ. ഉപ്പാ നിങ്ങളെ വിളി ഞാൻ കേട്ടിരിക്കുന്നുപ്പാ, നിങ്ങളെ വിളി ഞാൻ കേട്ടിരിക്കുന്നു. നിങ്ങളൊപ്പം ഞാൻ താമസിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ വിളി കേട്ടതുപോലെ ഇപ്പോഴും ആയിരക്കണക്കിന് കിലോമീറ്ററിന്റെ അപ്പുറത്താണെങ്കിലും ഉപ്പാ നിങ്ങളെ വിളി ഞാൻ കേൾക്കുന്നുപ്പാ. ലബ്ബൈക യാ അബാ.
ഇത് സാധാരണയാണോ അസാധാരണയാണോ നിങ്ങൾ പറയും? സാധാരണയാണോ? ഇത് ഭൗതികമാണോ അഭൗതികമാണോ നിങ്ങൾ പറയും? ശൈലി ഒന്നുകൂടി മാറ്റി പറഞ്ഞാൽ കാര്യകാരണങ്ങൾ ബന്ധങ്ങൾക്ക് അധീനമാണോ അതീതമാണോ നിങ്ങൾ പറയൂ? ഇതിലുള്ള പ്രകാരം നമ്മൾ പറയണല്ലോ. ഇതിൽ കുറേ രീതി പറഞ്ഞുകൊണ്ടൊക്കെ നമ്മളൊക്കെ പറയാൻ നിർബന്ധരാകാം. ഇത് അഭൗതികല്ലേ? അപ്പോൾ ഇത് ഷിർക്കാണോ? ഇത് കാണണ്ടേ? അപ്പോൾ അതിന് ഇപ്പോൾ ഒരാൾ ഒരു മറുപടി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കളിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടപ്പം ഒരു കോളടിക്കണത് എന്താ മറുപടി എഴുതിക്കണത്? അയാൾ ചോദിക്കുകയാണ്, ഇസ്തിഗാസക്കാണല്ലോ ഈ സംഭവം നിങ്ങൾ തെളിവ് ധരിച്ചത് എങ്കിൽ ഈ ഹദീസിൽ എവിടെയാണ് ഇസ്തിഗാസ? ഇസ്തിഗാസ എന്താ? അഭൗതികമായ മാർഗത്തിലൂടെ കുടംപുറച്ച് നിങ്ങൾ പേര് ചക്കക്കുരു ഇട്ടാലും കുഴപ്പമില്ല. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇസ്തിഗാസ എന്ന് പേരിട്ടാലും വേണ്ടില്ല, തബറുക്ക് എന്ന് പേരിട്ടാലും വേണ്ടില്ല, ദ്വായിരിക്കൽ എന്ന് പേരിട്ടാലും വേണ്ടില്ല, പ്രാർത്ഥന എന്ന് പേരിട്ടാലും. ഈ പുസ്തകത്തിൽ രണ്ടും പറയണ്ടേ. എന്ത് പേരിട്ടാലും വിഷയം എന്താ? അഭൗതികമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കുക. നമ്മൾ മാത്രം പറയണ്ട. അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൾ പറയുന്നുണ്ട്, അതിൽ ദ്വായുണ്ട്. അതിൽ കുഞ്ഞീതും അതിന് പറഞ്ഞ പ്രകാരം ദ്വായുണ്ട്. പക്ഷെ ഇയാൾ തുറന്നു പറഞ്ഞിട്ടോ അത് ഷിർക്ക് തന്നെയാണ്. അത് സഹാബി യുദ്ധത്തിൽ നമുക്ക് തെളിവൊന്നുമല്ല. ഇയാളല്ല അബൂ ഖുർസാഫിന്റെ മകൻ, ഇയാളല്ല. ഇയാള് ഈ ഇന്നലെ മറുപടി പറഞ്ഞ അയാൾ പറഞ്ഞു അയാൾക്ക് ഓൽക്കിനെ പിന്നെ പേടിയൊന്നുമില്ല. ചില ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ, പേടി ഉണ്ടാവില്ല. പറയട്ടെ. ഒരു സ്വഹാബി ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള മകനെ 5 വക്ത നമസ്കാരങ്ങൾക്കും വിളിച്ചു നടത്തും. ഇവിടെ ആ നിൽക്കുന്ന സ്ഥലം ഒരു കുന്നിന്റെ മുകളിൽ കയറി എന്ന് പറയും. അങ്ങനെ പറയണമെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ആ മകനെ കേൾക്കാൻ കഴിയും എന്ന വിശ്വാസമുണ്ടല്ലേ? ആ വിശ്വാസം കുഞ്ഞീത് മകന്റെ പുസ്തകത്തിൽ പറഞ്ഞു ശേഷല്ലേ? അതുകൊണ്ട് ആ വിഷയത്തിൽ മറുപടി വെച്ചു. പക്ഷേ എന്താ പറയുന്നത്? നമ്മളെ വിഷയം അതല്ല. എന്ത് കുഞ്ഞീത് മതിയുടെ പുസ്തകത്തിൽ പറഞ്ഞ പ്രകാരം ഷിർക്കല്ലേ ചോദിച്ചപ്പോൾ മറുവിഭാഗം മറുപടി പറഞ്ഞത് അത് നമ്മുടെ വിഷയത്തിൽപ്പെട്ടതല്ല. ഒരു മറുപടി കേട്ടോളൂ. രണ്ട് പറഞ്ഞാൽ പ്രാർത്ഥന ഒന്നുമല്ല, ആ പറയുന്ന മാത്രമല്ല എന്നുള്ള ശരിയാണ്. പക്ഷേ അതിന്റെ പിന്നിലുള്ള വിശ്വാസം എന്താ? പ്രാർത്ഥനയ്ക്ക് കൊടുത്തിരിക്കുന്ന അതേ നിർവചനമാണ് വിശ്വാസം. പ്രാർത്ഥനയ്ക്ക് ബഹുമാനിക്കുന്ന കുഞ്ഞീത് മതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം, അർത്ഥം, വിവർച്ച കണ്ടോ? കുഞ്ഞീത് മതിന് കൊടുത്ത വിവർത്തനം എന്താ? അർത്ഥം എന്താ? അഭൗതികമാണ്. ഈ സംഭവത്തിൽ എന്തുണ്ട്? അഭൗതികമുണ്ട്. അതുകൊണ്ട് ഒന്നെങ്കിൽ ഷിർക്കാണെന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. ഇയാൾ പറയാ ഞങ്ങൾ പറയുന്നത് ഷിർക്ക് തന്നെയാണ്. അയാൾ പറയാം ആൾക്കൊരു പേടിയൊന്നുമില്ല. അങ്ങനെ ടീമാ സഹാബികളെ കാഫറാക്കാൻ ഒരു പേടിയില്ലാത്ത ആൾക്കാരാണ്. അത് ഞങ്ങൾ ഷിർക്കാന്ന് പറയും, ഞങ്ങൾക്ക് പ്രശ്നം പറയാം. അതൊരു സഹാബി ഒറ്റപ്പെട്ടൊരു സഹാബി. അപ്പോൾ ഒറ്റപ്പെട്ട സഹാബി കാഫറായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇയാള് മറ്റൊരാളുടെ മറുപടി ചോദിക്കുകയാണ്, ഇതിൽ എവിടെയാണ് സമസ്തക്കാർ ഇന്ന് ചെയ്യുന്ന പോലെ മരണപ്പെട്ടവരെ വിളിച്ച് സഹായം നേടലുള്ളത്? നമ്മളെ വിഷയം എന്താ? മരിക്കോ മരിക്കാതിരിക്കലോ എന്നല്ല വിഷയം. പിന്നെന്താ? അഭൗതികമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കൽ. അതില്ലേ? അതുണ്ട്. അപ്പൊ അത് ഷിർക്കാണോ അല്ലേ? അത് പറയാൻ കഴിയണില്ല. പിന്നെ ഇയാൾ ലാസ്റ്റ് പറഞ്ഞെന്താ അറിയോ? അത് കറാമത്തല്ലേ? ഞങ്ങളും അങ്ങനെ തന്നെ പറയണത്. മഹാന്മാരാ അമ്പിയാക്കൾ നാമ മോജിസത്ത്, ഔലിയാക്കൾ നാകുമ്പോൾ കറാമത്ത്. അല്ല ഇതൊന്നും ഇല്ലാത്തവരോട് നമ്മൾ ചോദിക്കണല്ലോ. അമ്പിയാക്കൾ ഔലിയാക്കൾ പറയണല്ലോ ചോദിക്കുന്നല്ലോ. ഔലിയാക്കൾ കറാമത്ത് എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ടാവും. ചില ആളുകളെ കറാമത്ത് എന്ന് പറഞ്ഞാൽ അവർ താഴത്തിൽ ഉറച്ച് നിൽക്കലാണ് അവരെ കറാമത്ത്. ഏത് തരക്കുള്ള കറാമത്തായാലും വിലായത്തുള്ളവരോട് അല്ലെങ്കിൽ നുബുവത്തുള്ളവരോട് അവരോടല്ലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ആ ചോദ്യത്തിനും അവർക്കൊന്നും മറുപടി വരാൻ കഴിഞ്ഞില്ല. വളരെ പ്രയാസപ്പെടുകയാണ് ചെയ്തത്. അപ്പോഴാണ് നമ്മൾ അടുത്ത ചോദ്യം ചെല്ലേണ്ടത്. എന്താ ചോദ്യം അറിയോ? അള്ളാഹുവിൻ്റെ പരിശുദ്ധരായ അമ്പിയാക്കളെ, ഔലിയാക്കളെ, മഹാന്മാരെ ഇടനിർത്തിക്കൊണ്ട് ഹക്ക് ജാ ഇത് മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? ഹക്ക് ജാ മുൻനിർത്തി. നമ്മൾ ചോദിക്കൂലേ, മുത്തനബിൻ്റെ ഹക്ക് കൊണ്ട്, മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ ഹക്ക് കൊണ്ട്, മമ്പറത്തെ തങ്ങളുടെ ഹക്ക് കൊണ്ട്, ഇങ്ങനെ ഹക്ക് ജാ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹിനോട് സഹായം തേടാൻ പറ്റുമോ? അത് ഷിർക്കാണോ അല്ലേ? അപ്പം മൗലവി ഒറ്റ അടിക്കും. മുമ്പ് ആലോചിക്കാൻ നിന്നില്ല. നമ്മൾ പറയുമ്പോൾ തന്നെ പറഞ്ഞു, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ കുളിട്ടുടനെ ചെയ്ത് നമ്മൾ ഇനി അടങ്ങാറാക്കണ്ട വെച്ചിട്ട് അവങ്ങളല്ലേ ഇനി കഷ്ടപ്പെടുത്തേണ്ടവരൊക്കെ നമ്മൾ പറഞ്ഞു. നല്ലോണം ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ആ സാധു പറഞ്ഞു അത് ഷിർക്കാണ്, ഒരു സംശയമില്ല. കേട്ടോളൂ. ചോദ്യം കിടക്കണ്ടേ? ഒന്നുകൂടി പിടിച്ചോളൂ. ഏതായാലും കഴിയാറായി. ഒരു ചോദ്യം കൂടി കിടക്കട്ടെ. ഒരു പടപ്പിനെ മുൻനിർത്തിയോ
ഒരു പടപ്പിനെ മുൻനിർത്തിയോ, അയാളുടെ ഒരു പടപ്പിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അത് ശിർക്കാണോ? തവസ്സുൽ നടത്തുന്നത് ഒരു പടപ്പിനെ മുൻനിർത്തിക്കൊണ്ട്, ഒരു മഹാനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അഥവാ തവസ്സുൽ നടത്തുന്നത് ഷിർക്കാണോ? അതെങ്കിലും അത് സന്തോഷമില്ല. അതൊക്കെ കുറച്ച് എളുപ്പമുള്ള വിഷയം. പറയും, ബാക്കി പറയാണ്ട് ഇത് നമ്മൾ പറഞ്ഞു. അപ്പം ആ സാധു എണീറ്റ് മറുപടി പറഞ്ഞു കേട്ടോളൂ. ആലോചിച്ച് പറഞ്ഞോളൂ, പെട്ടെന്ന് നിർത്തിയാടി പറയണ്ട. തവസ്സുൽ എതിർക്കുന്നില്ലല്ലോ എന്നൊക്കെ വേണ്ടി പറയും. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ ഒന്നുകൂടി പറയാം. ഒരു പടപ്പനം നിർത്തിക്കൊണ്ട് വിളിക്കലല്ലേ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഒരു പടപ്പനം നിർത്തിയോ, അയാളുടെ ഹക്കോ ജാओ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക, ഇത് ശിർക്കാണോ? ഇത് പറ്റൂലേ? എത്ര ചോദ്യം അങ്ങനെ അന്തരീക്ഷത്തിൽ മുഴുകി കിടക്കുന്നത്. എത്ര നിങ്ങളൊന്ന് ആലോചിച്ചു. ഒന്നാമത്തെ ആയത്തെവിടെ, രണ്ടാമത്തെ എസ്ആറിന്റെ ക്വസ്റ്റൻ എവിടെ, മൂന്നാമത്തെ സഹാബിയാണ് പറഞ്ഞ നിർവചനം പൊളിഞ്ഞു. എന്താ നിർവചനത്തോട് തൊടാത്തത്? നിർവചനം പറഞ്ഞാൽ ആ നിർവചനത്തിൽ പിന്നെ ഒരിക്കലും ജാമ്യവും മാന്യവുമല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിർവചനം ആദ്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാത്തവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നത് എന്നതിലേക്ക് അങ്ങനെയല്ലേ നിർവചനം. അപ്പൊ കുഞ്ഞി നിർവചനം കൊള്ളിയോ? പിന്നെ അതുപോലെ തന്നെ ദുആനെ കുറിച്ച് പറഞ്ഞു. മറുപടി കേട്ടോളൂ, പറയട്ടെ. ചോദിക്കുന്നത് ഇടയാളന്മാരെ നിർത്തി അവരോട് നേടിയാലോ? ശിർക്കാണ്. ഇടയാളന്മാരെ നിർത്തി അവരോട് നേടിയാൽ ശിർക്കാണ്, സംശയമില്ല. ഉണ്ടോ? ഇടയാളന്മാരെ നിർത്തി അവരോട് തേടിയാൽ ഷിർക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. എങ്കിൽ ലോകത്തെ ആദ്യത്തെ മുശ്രിക്കാരാ. ഒരു നബിയെ മുൻനിർത്തിക്കൊണ്ട് ഹക്ക് കൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്താൽ കാഫിറാകുമെങ്കിൽ മുശ്രിക്കാകുമെങ്കിൽ ലോകത്തെ ആദ്യത്തെ മുശ്രിക്കാരാ മഹാനായ അബൂനാബുൽ ബഷർ ആദം അലൈഹിസ്സലാം. മഅദല്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആദം നബി അള്ളാഹിനോട് ദുആ ചെയ്ത ദുആ എന്താ? അള്ളാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു ബിഹഖി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹക്ക് കൊണ്ട്. അല്ലാഹു ചോദിച്ചില്ലേ, കൈഫ അറഫ്ത മുഹമ്മദൻ വലം അഖ്ലുഖുഹു, എങ്ങനെ ആദമേ നിങ്ങൾ മുഹമ്മദ് നബിയെ അറിഞ്ഞത്? നമ്മൾ മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചിട്ട് പോലുമില്ലല്ലോ. ആദം നബി പറഞ്ഞു, ലമ്മാ ഖലഖതനി റബ്ബേ, നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ, എന്നിൽ നീ റൂഹ് നിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ, ഞാൻ കണ്ണു തുറന്നപ്പോൾ ആദ്യമായി ഞാൻ കണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. ഫഅലിംതു, എനിക്ക് ഉറപ്പായി നിന്റെ പേരിന്റെ കൂടെ മറ്റൊരാളെ പേര് നീ ചേർക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് കണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞപ്പോൾ പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹാണുള്ളത്. അപ്പം എനിക്ക് ഉറപ്പായി നിന്റെ പേരിൻ്റെ കൂടെ ഒരാളെ പേര് ചേർക്കണമെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരിക്കണം. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചത്. അപ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞത്? സൃഷ്ടിപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ, കുഞ്ഞീതുമതിൻ്റെ നിർവചനം വായിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഷിർക്കിൻ്റെ പണി തുടങ്ങി. പറഞ്ഞില്ല. അല്ലാഹ് പറഞ്ഞു, സദഖ്ത യാ ആദം, ആദമേ നിങ്ങൾ പറഞ്ഞ സത്യമാണ്. ലൗലാഹു, മുഹമ്മദ് നബി ഇല്ലായിരുന്നെങ്കിൽ മാ ഖലഖതുക, താങ്കളെപ്പോലെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. അതുകൊണ്ട് താങ്കൾക്കെല്ലാം നാം പുറത്തു തന്നിരിക്കുന്നു. പടച്ച തമ്പുരാൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത് ബഹുമാനപ്പെട്ട മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സംഭവങ്ങൾ ഉദ്ധരിക്കാൻ കഴിയും? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, പ്രമാണങ്ങളും രേഖകളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇയാൾ എന്താ പറഞ്ഞത്? ഹക്ക് കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് ചോദിക്കൽ, ഹക്കിൻ നബി, ഹക്ക് മുഹിയുദ്ദീൻ എന്നിങ്ങനെ ഹക്ക് മുൻനിർത്തിക്കൊണ്ട് തവസ്സുൽ നടത്തൽ ഷിർക്കാണ്. അപ്പൊ നമ്മളെടുത്തു ഈ സാധനം. ഏതാ സാധനം അറിയോ? ഇത് സാധനത അദ്ദുആ വൽ ഇബാദ, KM മൗലവിയുടെ പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരള മണ്ണിൽ ജന്മം നൽകിയ സ്ഥാപക നേതാവിന്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എന്താ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ബിഹക്കി മുഹിയുദ്ദീൻ പോലുള്ളത് കൊണ്ട് തവസ്സുൽ ചെയ്യൽ ഷിർക്കാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇതങ്ങ് പറഞ്ഞോടുകൂടെ ഈ സാധുക്കൾ ആകെ തരിച്ചുപോയി. കാരണം KM മൗലവി പറയണത്. അപ്പൊ ഇവർ സംവാദത്തിന് വന്ന് കിതാബ് നോക്കിയിട്ടില്ല. അപ്പോൾ സ്വന്തം നേതാക്കന്മാരുടെ പുസ്തകങ്ങളും വായിക്കണ്ടേ? കേൾക്കും നിങ്ങൾ. അവസാനം ഞങ്ങൾ അവസാനത്തിന് ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? തവസ്സുൽ ഷിർക്കാണോ? അപ്പൊ ഈ സഹാബ് വേഗം എണീറ്റ് ചാടിയിട്ട് വന്നറിയോ, തവസ്സുൽ ഷിർക്കാണ്. അപ്പൊ ഈ സാധുവിന്റെ വിചാരം ഇതിനൊന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് അവസരത്തിൽ അവർ പറഞ്ഞോളൂ. എന്നാ മൗലവി ഇത് കേട്ടോ. ഏതാ സാധനം അറിയോ? ഇത് KM മൗലവിയുടെ പുസ്തകമാണ്. KM മൗലവിയുടെ പുസ്തകമാണ്. KM മൗലവി എന്താ? ബിഹക്കി മുഹിയുദ്ദീൻ എന്ന് ചോദിച്ചതാ. ഹക്ക് മുഹിയുദ്ദീൻ ഇത് വെച്ചുകൊണ്ട് തവസ്സുലാക്കി ഷിർക്കാണോ? അദ്ദേഹം പറഞ്ഞു, ഒരു ആശങ്കയ്ക്കും ഇടമില്ലാത്ത വിധം ആ സാധു അറിയാതെ പറഞ്ഞു ഷിർക്കാണ്.
പിടിച്ചോ, കേട്ടോ, പിടിച്ചോ. ബിഹക്കി മുഹിയുദ്ദീൻ പോലുള്ളത് കൊണ്ട് തവസ്സുൽ ചെയ്യൽ ശിർക്കാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പോയില്ലേ മൗലവി, പോയില്ലേ? കേരളോ ബിഹക്കി മുഹിയുദ്ദീൻ, ബിഹക്കി മുഹിയുദ്ദീൻ, ബിഹക്കി മുഹിയുദ്ദീൻ വിളിച്ചാൽ കുഴപ്പമില്ല. ഒരാക്കണ്ടങ്ങാറായി. അപ്പൊ നമ്മൾ ഒന്നുകൂടി പറഞ്ഞു, നിങ്ങളെ മറുഗ്രൂപ്പെല്ലാം ജിന്നിന്റെ പിന്നാലെയാണ് ഇപ്പൊ ഉള്ളത്. ഒരു ജിന്നിപ്പാപ്പ വിളിച്ച ഷിർക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഹക്ക് മുഹിയുദ്ദീൻ വിളിച്ച് നടന്നോളി. നിങ്ങൾ മറുവിഭാഗം ജിന്നിപ്പാപ്പാൻ വിളിക്കാൻ തുടങ്ങി. ഈ വിഭാഗം ഇന്ന് മുതൽ തുടങ്ങും. ബിഹക്കി മുഹിയുദ്ദീൻ, ബിഹക്കി മുഹിയുദ്ദീൻ, ബിഹക്കി മുഹിയുദ്ദീൻ. വെറുതെ അരസുമൊരു ബുക്കൊക്കെ വായിച്ചു വരണം. സ്വന്തം കിതാബ് എനിക്ക് നോക്കിയിട്ടില്ല. സ്വന്തം നേതാക്കന്മാർ കിതാബ് നോക്കണ്ടേ? എന്താ പറഞ്ഞത്? ബിഹക്കി മുഹിയുദ്ദീൻ എന്നുള്ള വിളിച്ചാൽ അത് ശിർക്കല്ല, അത് ശിർക്കല്ല, അത് ശിർക്കല്ല. മുതലായില്ലേ സംവാദം? മുതലായില്ലേ ഞങ്ങളെ അഭിപ്രായം? പിന്നെ ഒരു നാണം കെട്ടുന്ന ആരെങ്കിലും പറഞ്ഞവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? എന്തായാലും ഇത് ചോദ്യ സെഷൻ അവസാനിച്ചു. അപ്പോഴാണ് നമ്മൾ ഉത്തരം പറയുക. അവർ ചോദിക്കുന്നൊരു സമയമെത്തി. അനീഫ് കായ്ക്കുടിയാണ് അവരുടെ ഭാഗം ചോദിക്കാൻ പുറപ്പെട്ടത്. ഓരോ ചോദ്യത്തിനും ബഹുമാനായ നമ്മുടെ MT അബൂബക്കർ ദാരിമി ഉസ്താദ് അൽഹംദുലില്ലാഹ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിലേക്ക് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഒരു സമ്പത്താണ്, വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ ഇസ്തിഖാമയുടെ ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമുണ്ടതിൽ. ഗഫൂർ അൻവർ ഉസ്താദ് അദ്ദേഹം മറുപടി പറയാൻ എണീക്കാറില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്, പറഞ്ഞാൽ കേൾക്കൂല. ഒരു താഴ്മയുടെ വിനയം, വല്ലാത്തൊരു വിനയമാണ്. എത്ര പറഞ്ഞാലും മറുപടി പറയാൻ എണീക്കൂല. അറിയാത്തതുകൊണ്ടല്ല, ഞങ്ങൾക്ക് പല മറുപടിയും അദ്ദേഹമാണ് പറഞ്ഞു തരാറുള്ളത്. പക്ഷെ അദ്ദേഹം എണീക്കില്ല എന്നുള്ളൊരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ. പക്ഷേ എന്തിന് അദ്ദേഹം എണീക്കുന്നു? അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മുജിത്തബ ഫൈസി. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെയും അതിൽ അൽഹംദുലില്ലാഹ് എടുത്തു പറയേണ്ടതാണ്. അതിലെടുത്തു പറയേണ്ട ആളുകളുണ്ട്. ഷിഹാബ് അൻവരി പുതുമുഖങ്ങളാണ്. നിങ്ങൾക്ക് പക്ഷേ പരിചയമുണ്ടാവില്ല, കുറച്ചു കാലം ഗൾഫിലൊക്കെ ആയിരുന്നു. ചെറിയ ആളുകളാണ് അവരൊക്കെ. ഈ വിഷയത്തിൽ അഗാധ ജ്ഞാനത്തിൻ്റെ ഉടമകളാണ്. ചെറിയ ആളുകളാണെങ്കിലും അമീർ ഹുസൈൻ ഉദവി, അതോടെ ആസിഫ് ഫൈസി, അതോടൊപ്പം തന്നെ 2 ബഷീർ ഹുദവി, അതോടൊപ്പം തന്നെ വേറൊരു ഹുദവിയും, അതോടൊപ്പം അജ്മൽ ഖമാലി ഉൾപ്പെടെയുള്ള നല്ലൊരു ടീം വർക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, MTയോടുള്ള ചോദ്യങ്ങളിന് മറുപടി വളരെ ഗൗരവമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ സംവാദത്തിൽ 2 ഗുണമാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് ഞാൻ തീർത്തു പറയാം, അഭൗതികമായി നമ്മുടെ മഹത്തുക്കൾ നമ്മളെ സഹായിച്ചു എന്നുള്ളത്. 2 അഭൗതികമായി കുഞ്ഞീദ് മദനി നമ്മളെ സഹായിച്ചു എന്നുള്ളത്. ഇതാണ് ഈ സംവാദത്തിൻ്റെ 2 പ്രത്യേകത. 2ഉം അബൗദ്ധികമാണ്. കുഞ്ഞീദ് മദനി ഖബറിൽ കിടന്ന് അബൗദ്ധികമായിട്ട് നമ്മളെ സഹായിച്ചു. നമ്മുടെ മഹാന്മാരായ ആളുകൾ അബൗദ്ധികമായിട്ട് നമ്മളെ സഹായിച്ചു. അല്ലാതെ ഞങ്ങൾ എണീറ്റുന്ന ഞങ്ങളാരും പ്രത്യേകതല്ല. ഞാനൊക്കെ ഒരു മൈക്ക മാത്രമായിരുന്നു. ആ മഹാന്മാരുടെ ഒരു അബൗദ്ധികമായ സഹായം, ഒരു മദത് നമുക്ക് നല്ല ലഭിച്ചു. അള്ളാഹു മദതുള്ളവരാക്കി നിലനിർത്തി തരുമാറാവട്ടെ. അനീഫ് കായ്ക്കോട് എണീറ്റ് നിന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം എന്താ ചോദ്യം? അദ്ദേഹം ചോദിച്ചത്, ബദരീങ്ങളെ കാക്കണേ, മുഹിദ്ദീഷയെ രക്ഷിക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നതിന് ദ്വായിരക്കുന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ? അപ്പോൾ ഓല പഴയ ദ്വായിരക്കല. അനീഫ് കായ്ക്കൂടി ആ ചോദ്യം, അദ്ദേഹത്തിൻ്റെ ചോദ്യം, അതിന് ബഹുമാന MT കൊടുക്കുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ കൃത്യമായ മറുപടിയാണ്. MT അബൂബക്കർ ദാരിമി വളരെ വ്യക്തമായി മറുപടി കൊടുത്തു. എന്താ നമ്മളെ വിഷയം? അഭൗതികമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കുക. കേൾക്കൂ നിങ്ങൾ. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെ? കുഞ്ഞീത് മൗലവി എഴുതിയിട്ടുണ്ടല്ലോ. എങ്ങനെ ആകെ പെട്ടൊരു സ്ഥാനത്ത് കുഞ്ഞീത് മൗലവി. ഞാൻ വിചാരിക്കുന്നു അന്ന് ഏറ്റവും കൂടുതൽ കബർ കടന്ന് വേദനിച്ച് കുഞ്ഞീത് മദനിയായിരിക്കും. നമ്മുടെ അഭിമന്യരായ നാട്ടിക ഉസ്താദ്, അഭിമന്യരായ ഷംസുലമയെ പോലുള്ള നമ്മുടെ മഹാന്മാരൊക്കെ സന്തോഷിക്കുമ്പോൾ കുഞ്ഞീത് മദനി കടന്നിട്ട് ഇങ്ങനെ പിറക്കുണ്ടാവും. എൻ്റെ ഒരു ലേഖനം കൊണ്ട്, എൻ്റെ ഒരു അബോധ്യം കൊണ്ട് അടങ്ങാറായല്ലോ. കാരണം ഇവർ എന്ത് ചോദിച്ചാലും നമുക്ക് പറയാനുള്ളത് എന്താ? കുഞ്ഞീത് മദനി അബൗദ്ധികം. പിന്നെ ഇവർക്ക് മുണ്ടാട്ടല്ല. അപ്പം ഇവരെ ചോദ്യം എന്താ? മഹാന്മാരോട് ദ്വായിരിക്കുന്നതിന് തെളിവുണ്ടോന്നാ. നമ്മുടെ വിഷയം എന്താ? ദ്വാരക്കരണം എന്താ? നിങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചാൽ മതി. ഇവർ ചോദിക്കുക ദ്വാരക്കാൻ തെളിവുണ്ടോ? ദ്വാരക്കരണം എന്താ? അബൗദ്ധികമായ രീതിയിലൂടെ ഗുണം പ്രതീക്ഷിക്കുക. അതിന് തെളിവുണ്ടോന്നല്ലേ? തെളിവ് കേട്ടോളൂ. ബഹുമാനപ്പെട്ട MT വളരെ കൃത്യമായി അതിന് തെളിവ് കൊടുക്കുന്നു. കേട്ടോളൂ. എങ്ങനെ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ വസ്തുവിനോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, അതല്ലേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളൂ ഉദ്ദേശിച്ചത്? അതോ കുഞ്ഞീദ് മൗലവി പറഞ്ഞ ആ പ്രാർത്ഥനയിൽ ഇപ്പോൾ നിങ്ങൾ ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അത് നമ്മൾ ചോദിച്ചു. നിങ്ങളിപ്പോ കുഞ്ഞീദ് മദനെ തള്ളിക്കണമെങ്കിൽ നമുക്ക് പോരാ, ഞങ്ങൾ അവിടെ നിന്ന് പോരാ.
എന്നാ നമ്മളിപ്പോൾ ഇത്രയേറെ ഇയാളെ പിടിച്ചിട്ട് നിന്നത്. നിങ്ങൾക്ക് അയാളെ പറ്റുകയാണെങ്കിൽ പറഞ്ഞോളി, അതൊരു വിടൂല. ഇവരെ കുഞ്ഞുമദനി ശരി തന്നെയാണ്, പക്ഷെ നിർബന്ധം ഞങ്ങൾ വല്ല അടങ്ങറായിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രശ്നമോ? പറയട്ടെ. ഇങ്ങനെ ദ്വാർക്കൽ അതിന് വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട്. എങ്ങനെ കുഞ്ഞീദ് മൗലവി പറഞ്ഞതുപോലെ, പിന്നെങ്ങനെ AP അബ്ദുൽ ഖാദർ മൗലവി ദൈവവിശ്വാസം ഖുർആനിൽ എന്ന പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, പിന്നെങ്ങനെ അദ്ദുആ വൽ ഇബാദ അതിൽ KM മൗലവി പറഞ്ഞതുപോലെ അങ്ങനെ നടത്തുന്നതിന് തെളിവുണ്ടോ? വിഷയാവതരണം കേട്ടില്ലേ? ഞങ്ങളെ വിഷയാവതരണം കേട്ടില്ലേ? അന്തം മുട്ടിരിക്കായിരുന്നോ? ഞങ്ങളെ വിഷയാവതരണത്തിൽ പറഞ്ഞു, കൃത്യമായി പറഞ്ഞു. ഖാലത്ത് സൂറത്തു മറിയമിൽ കാണാം. ഖാലത്ത് യാ ലൈതനി മിത്തു ഖബല ഹാദാ വകുന്തു നസിയം മൻസിയാ. എന്താ സംഭവം? മറിയം ബിയുടെ സംഭവം ഉദ്ധരിച്ചു. ഇവരാകെ കുടുങ്ങിപ്പോയി. മറിയം ബിയുടെ സംഭവം വലിയ തെളിവല്ലേ? മറിയം ബി റളിയല്ലാഹു അൻഹാ, മറിയം ബി ഗർഭം ചുമത്തപ്പോൾ പലരും പറയാൻ തുടങ്ങി, നിങ്ങൾ ഭർത്താവില്ലാതെ ഗർഭിണിയായിരിക്കുന്നു. ആക്ഷേപങ്ങൾ തുടങ്ങി, നിങ്ങൾ എങ്ങനെയാണ് ഗർഭം ചുമന്നത്? അങ്ങനെ ആക്ഷേപം തുടങ്ങി വലിയൊരു പ്രതിസന്ധിയിലായി. വലിയ പ്രതിസന്ധിയല്ലേ ഒരു നല്ലൊരു മനുഷ്യനെ കുറിച്ചൊരു ആരോപണം ഉന്നയിക്കുക? അതിന് വലിയ പ്രതിസന്ധി എന്താ? ഈ ഘട്ടത്തിൽ മറിയം ബി വേദനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈസാ നബി മറിയം നബിയോട് പറഞ്ഞു, എന്ത്? പേടിക്കണ്ടുമ്മ, പേടിക്കണ്ട, ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. എന്തിനാ ഉമ്മ നിങ്ങൾ പേടിക്കുന്നത്? ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ, നിങ്ങളെ താഴേതാ, നിങ്ങളെ കീഴായിട്ടതാ അല്ലാഹു സരിയാ, ഒരു മഹാനെ നിയോഗിച്ചിരിക്കുന്നുമ്മ. സരിയക്ക് മഹാനർത്ഥമുണ്ടോ? ഇവർക്കൊരു പേടി. ഞങ്ങളപ്പോൾ ഇങ്ങനെ വേറെ ബുക്ക് ബന്ധിച്ചു, പിന്നെ ഇവർ മുണ്ടിയില്ല. കുഞ്ഞീദ് മദനിയാണെങ്കിൽ അപ്പുറത്ത് വേറെ ആളുണ്ട്, അമാനി മൗലവി. അയാളെ ഖുർആൻ പരിഭാഷയിൽ പറയുന്നുണ്ട് സരിയക്ക് മഹാൻ എന്നർത്ഥമുണ്ട്. പെട്ടില്ലേ? ഈസാ നബി വരെ പേടിക്കണ്ടമ്മ, ഞാനിവിടെ ഉണ്ട്, എൻ്റെ അടുത്തേക്ക് വിട്ടോളയും. ഏത് ഈസാ നബി? ചെറിയ കുട്ടി, കുഞ്ഞു കുട്ടിയാ. അപ്പോഴാണ് ഇവർ വന്ന് ചോദിച്ചപ്പോൾ മറിയം ബീവി ഒന്നും മുണ്ടിയില്ല. നിങ്ങൾ വ്യഭിചാരിയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ മറിയം ബീവി ഒന്നും മുണ്ടിയില്ല. അതാണ് ബഹുമാനോട്ട് MT ഉസ്താദ് ആളെ മറുപടി കൊടുത്ത് കേൾക്കുന്നത്. പ്രതിസന്ധി ഘട്ടത്തിൽ മറിയം ബീവി അനുഭവിക്കുന്ന വ്യക്തിപരവും സാമൂഹികവുമായ പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി, അങ്ങനെ പ്രതിസന്ധി നിങ്ങൾക്കൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ആ പ്രതിസന്ധി ഘട്ടത്തിൽ അപ്പ ഈസാ നബി അലൈഹിസ്സലാം നവജാത ശിശു പറയാ, ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി, ഉമ്മ വിഷമിക്കണ്ട, ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. ഇസ്തിനാഫ് ബയാനിയാണ്. എന്തുകൊണ്ട് വിഷമിക്കണ്ട? ഒരു മഹാൻ. കണ്ടോ? ഇത് ഉദ്ധരിക്കണമെങ്കിൽ ഒരു തിരയിലുടങ്ങി കമ്പ്യൂട്ടറിൽ. ശരിയൊക്കെ അങ്ങനെ അർത്ഥമുണ്ടോ? ഭാവങ്ങൾ സങ്കടം തോന്നിയിരുന്നു നമുക്ക് പലപ്പോഴും. പറയട്ടെ. മഹാനി, ഞാനാകുന്ന മഹാൻ നിങ്ങളുടെ ചുവട്ടിലുണ്ട്, ഞാൻ പരിഹരിക്കും. എന്നിട്ട് മഹദിയായ ഈസാ നബി അലൈഹിസ്സലാം എന്താണ് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ ജനങ്ങൾക്കിടയിൽ നിന്ന് ചോദ്യശരങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ, പരിഹാസപാത്രമായപ്പോൾ എന്താ ചെയ്തത്? ഫഅശാറത് ഇലൈഹി ഖാലു യാ മറിയമു ഖദ് ജിഅതി ശൈഅൻ ഫരിയാ എന്ന് പറഞ്ഞപ്പോൾ ഫഅശാറത് ഇലൈഹി. അപ്പ ഇസ്രായേലികൾ ചോദിച്ച അതേ ചോദ്യം അപ്പോൾ ചോദിച്ചത്, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹദി. അഭൗതികം പറ്റുമോ? എന്ത്? മറിയം ബി ഫഅശാറത് ഇലൈഹി പറഞ്ഞു. എന്താ മറിയം ബി ഒന്നും മുണ്ടിയില്ല. ഫഅശാറത് ഇലൈഹി, അതിന്റെ മറുപടിയൊക്കെ കുട്ടി പറയും, ചെറിയ കുട്ടി പറയോ? അപ്പോ അന്നത്തെ ഒരു ഇസ്രായേൽക്കാർ ചോദിച്ചു, കൈഫ നുകല്ലിമു, ഞങ്ങൾ സംസാരിക്കുകയോ ആരോട്? തൊട്ടിലിൽ കിടക്കുന്നൊരു കുട്ടിയോട് സംസാരിക്കുകയോ? അത് അഭൗതികമല്ലേ? കുട്ടി മറുപടി അറിയോ അഭൗതികമായി ചോദിച്ചാൽ? ഇവർ ചോദിച്ചു. പക്ഷേ മറിയം ബിബി നല്ലൊരു സുന്നിയത്തായിരുന്നു. മറിയം ബിബി ഷാറത്തിലേഹി, നിങ്ങൾ ചോദിച്ചോളി, നിങ്ങൾ അവിടെ പോയിക്കോളൂ, വേറെ വർത്താനൊന്നുമില്ല, ഒരു മിണ്ടാട്ടമില്ല. കുഞ്ഞീത് വന്നിട്ട് പറഞ്ഞാൽ ചുണ്ടുകളെ കൊണ്ട് ഒരു വിട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി. ഇതൊക്കെ വെച്ചിട്ടാണോ ഇയാൾ എഴുതിക്കൊണ്ട് തോന്നിട്ടോ? മറിയം ബീവിനൊക്കെ വെച്ച് എഴുതിയാൽ തോന്നുന്നുണ്ട്. മറിയം ചുണ്ടുകൊണ്ട് ഒരു വിട്ടിട്ടൊന്നുമില്ല. ഷാറത്തിലേ ഏത്? അവിടെ കിടക്കുന്ന കുട്ടി, തൊട്ടിൽ കിടക്കുന്ന കുട്ടിയോട് ചോദിക്കൂ. പറയട്ടെ. അഭൗതികമായി അശാർത്തന വെറും ആംഗ്യം മാത്രമല്ല, ഐ കല്ലിമൂഹുലി യുഹ്ദിറക്കും തഫ്സീർ. തഫ്സീറും വായിച്ചു വരണം. അപ്പൊ അതുകൊണ്ട് വിഷയാവതരണം ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. എന്തൊക്കെ നമ്മൾ അനസ് മൗലവി പറഞ്ഞത്, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകത്തിനെ പറ്റി, ഒട്ടകത്തിന്റെ കിണറിനെ പറ്റി, പൊട്ട കിണർ, അങ്ങനെ കുറേ പദപ്രയോഗങ്ങളൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച സമയങ്ങളുണ്ടായിട്ടുണ്ട്. മുത്തുനബിയുടെ ജുബ്ബയെ കുറിച്ച് പറഞ്ഞ ഒരു കീറ ജുബ്ബ ഇവർക്ക് തെളിവ് ഒരു പറഞ്ഞതാ.
സാലിഹ് നബിൻ്റെ ഒട്ടകത്തെക്കുറിച്ച് പറഞ്ഞ എന്താ അറിയോ? ഒരു പൊട്ടക്കിണറാവ് അവരുടെ തെളിവ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സഫറുള്ളാഹിന്റെ സംഭവത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കുന്നുംപറാവർക്ക് തെളിവ്. പിന്നെ നമ്മളിപ്പോൾ എന്താ പറയാ? ഖുർആൻ പറഞ്ഞ സംഭവത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ്, ഹദീസിൽ പറഞ്ഞ സംഭവത്തെക്കുറിച്ച് പറയുന്ന പദപ്രയോഗങ്ങളാണ് ഇതൊക്കെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് നമ്മൾ പറഞ്ഞപ്പോൾ അനീഫ് കായ്ക്കുടി അടുത്ത ചോദ്യത്തിനിട്ടിട്ട് പറഞ്ഞു, അത് അള്ളാഹ് കൽപ്പിച്ചത് കൊണ്ട് മറിയം ബീവി ചോദിച്ചതാണ്, അങ്ങനെ ചെയ്താണ്. അപ്പോൾ അള്ളാഹു ഷിർക്ക് ചെയ്യാൻ കൽപ്പിച്ചു അല്ലേ? അടുത്ത ചോദ്യം. എംടിൻ്റെ അടുത്താണ്ട് കൊടുത്തുകൊടുക്കുന്ന ഇയാളെ ഞെട്ടി. എന്താ ചോദ്യം? അള്ളാഹു കൽപ്പിച്ചുകൊണ്ട് അപ്പോൾ അള്ളാഹു ഷിർക്ക് ചെയ്യാൻ കൽപ്പിക്കുമോ? ഇയാളിങ്ങനെ സംഭവം ഇല്ല എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഷിർക്ക് അല്ല എന്നല്ല പറഞ്ഞത്, അത് അള്ളാഹ് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അള്ളാഹ് എന്ത് ചെയ്തു? ഷിർക്ക് ചെയ്യാൻ കൽപ്പിച്ചു അല്ലേ? അടുത്ത ചോദ്യം കേട്ടോളൂ. അത് നിങ്ങൾ വിടൂല. എന്തുകൊണ്ട്? 1-2 കിലോമീറ്റർ അല്ല, ബാങ്ക് കൊടുക്കല്ല, ബാങ്ക് കൊടുക്കുന്ന വെളിപ്പാടകരെയുള്ള ശ്രവണം അല്ല, മറിച്ച് കിലോമീറ്ററുകൾക്കകലെയുള്ള. എത്ര കിലോമീറ്റർ? ആ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം, 1000കണക്കിന് കിലോമീറ്റർ, 10,000 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. അത്രയും ദൈർഘ്യമുള്ള സ്വന്തം മകനോട് നിസ്കാരത്തിന്റെ സമയമായി എന്നറിയിക്കുന്നത് അത് എന്ത് പ്രതീക്ഷ? അത് ഭൗതിക. ഞാൻ ചോദിക്കട്ടെ അനീഫൂലി, അത് ഭൗതികമാണ്? അത് അഭൗതികല്ലേ? അഭൗതികമായ പ്രതീക്ഷ. അതിനെന്ത് പേരിട്ടാലും വേണ്ടില്ല. എന്ത് ദ്വാരക്കാന്ന് പേരിട്ടാലും, ചക്കക്കുരുന്ന് പേരിട്ടാലും, എന്ത് പേരിടുന്നത് എന്തെന്നുള്ള കണ്ടോ? നിങ്ങൾ തന്നെ പറയുന്നത് കണ്ടോ? അതിന് എന്ത് പേര് പറയുന്നു, എന്ത് പരിഭാഷ പറയുന്നു എന്നതിലേറെ പ്രാധാന്യം ആ അപേക്ഷയുടെ സ്വഭാവത്തിനാണ്. മനസ്സിലായോ? അതാ പറഞ്ഞത്. പിന്നെ മറിയം ബീവിയുടെ സംഭവം എന്ന് വെച്ചാൽ ആദ്യമേ അള്ളാഹു പറഞ്ഞത് കൊണ്ട് ശിർക്കല്ല. എന്തേ? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ, അതുകൊണ്ട് ഷിർക്കല്ല. അതാണ് അനീഫ് കായ്ക്കുടി മറുപടി. അതിന് മറുപടി കേട്ടോളൂ. എന്താ നിങ്ങൾ പറഞ്ഞത്? എന്താണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്? അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വലാ യഅ്മുറുക്കും ബിൽ കുഫ്രി അയഅ്മുറുക്കും ബിൽ കുഫ്രി ബഅദ ഇദ് അൻതും മുസ്ലിമൂൻ. കുഫ്ർ ശിർക്ക് അള്ളാഹ് കൽപ്പിക്കൂലേ? അപ്പൊ അള്ളാഹ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശിർക്ക് ചെയ്തു. അള്ളാഹ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അഭൗതികത പ്രതീക്ഷിച്ചു. അള്ളാഹ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നവജാത ശിശുവിനോടുള്ള അഭൗതികത പ്രതീക്ഷിച്ചു. എന്താണ് ഈ പറയുന്നത്? നിങ്ങളുടെ ഈ നിർവചനമാണ് ഇവിടെ പൊട്ടി തകർന്നു പോകുന്നത്. നബവി ഇമാമിന്റെ ഇബാറത്തൊന്ന് പഠിപ്പിക്കാം. അപ്പോഴാണ് ഇവർ അടുത്ത ചോദ്യത്തിൽ എന്ത് അറിയോ? ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് ഇമാം നബവി തങ്ങൾ പറഞ്ഞിട്ടില്ലേ? അപ്പോ ബഹുമാന MT ഉസ്താദ് നെയ്മാന്റെ കിതാബ് എടുത്തുകൊണ്ട് തന്നെ എന്താണ് ആ പറഞ്ഞതിന്റെ ബാക്കി നിങ്ങൾ വായിക്കണമെന്ന് വായിച്ചു കൊടുത്തു. പിന്നെ അതും തൊട്ടില്ല. കേട്ടോളൂ. ഏതായാലും ഈ വേദി അതിനേക്കോട്ടെ. നബവി ഇമാം എന്താ പറഞ്ഞത്? ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ് എന്നുള്ളത് നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. എന്തിനാ നിങ്ങൾ തമ്മിൽ ചോദിക്കുന്നത്? ഇവിടെയാണ് നബി ഇമാം പറഞ്ഞത്. അവിടെ ചോദിക്കപ്പെടുന്ന കാര്യങ്ങൾ 2 വിധമുണ്ട്. ഒന്ന് സാധാരണമായ അള്ളാഹുവിന്റെ പതിവനുസരിച്ച് നടക്കുന്ന കാര്യങ്ങൾ, അസാധാരണമായ അസ്ബാബ് 2 ജാതിന്റെ. അൽ അസ്ബാബുൽ ളാഹിറ അൽ അസ്ബാബുൽ ബാത്തിന. എന്ന ആയത്തിന്റെ തഫ്സീറില് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ തഫ്സീറുൽ ഖാസിറിലും അത് കാണാം. നിങ്ങളത് കാണാത്ത, നിങ്ങൾ നോക്കുന്നില്ലല്ലോ, നിങ്ങൾ ആരോപിക്കാൻ വേണ്ടി സമയം വൃഥാ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി ഇമാം എന്താ പറഞ്ഞറിയോ? നബി ഇമാം രണ്ടായാലും അള്ളാഹിനോട് ചോദിക്കണം. കണ്ടോ? രണ്ടായാലും അള്ളാഹിനോട് ചോദിക്കണം. കണ്ടോ? അത് ഇന്ന വിഷയം എന്നില്ല. സാധാരണയായാലും അസാധാരണ എല്ലാ കാര്യങ്ങളും ആരോട് ചോദിക്കേണ്ടത്? അള്ളാഹിനോട് ചോദിക്കേണ്ടത്. അത് വേറെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഇതുവർക്ക് മനസ്സിലാകാതെ ഒരു ഭാഗത്ത് മാത്രം നിർത്തി. മാത്രമല്ല അതിനിടയ്ക്ക് അനീഫ് കായ്ക്കുടി പറഞ്ഞു എല്ലാ കാര്യമൊന്നും അള്ളാഹിനോട് ചോദിക്കാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞു ഇടയ്ക്ക്. മുമ്പ് ഇപ്പോൾ നമ്മുടെ വീട് പണി നടക്കുകയാണെങ്കിൽ കല്ലും മണ്ണും വെള്ളമൊക്കെ വേണം, അതൊന്നും പഠിച്ചോണ്ട് പറയാൻ പറ്റൂല. അതൊന്നും പഠിച്ചോണ്ട് പറയാനില്ല. അതിൻ്റെ സാമ്പത്തിക സഹായം റബ്ബെ സഹായിക്കണേ, ഇതേ റബ്ബിനോട് പറയാൻ പറ്റുള്ളൂ. എല്ലാ കാര്യമൊന്നും പഠിച്ചോണ്ട് ചോദിക്കാൻ പറ്റൂല. അപ്പം ഷിർക്ക് എവിടുക്ക പോണു നോക്കി നിങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ അടുത്ത തെളിവ് ഉദ്ധരിച്ചു. ഏതാ തെളിവ്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തെളിവ് ഉദ്ധരിച്ചു. ഇവർക്ക് മറുപടി വരാൻ കഴിഞ്ഞില്ല, മിണ്ടാൻ കഴിഞ്ഞില്ല, തൊടാൻ കഴിഞ്ഞില്ല. ആ വിഷയത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബോധിച്ചു. അതിന്റെ ശേഷം ബഹുമാനായ MT ഒരു തെളിവ് കൂടി ചോദിച്ചവരോട്. എന്താണത്? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ മുത്തുനബിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നബിയേ അയ്യുനാ അസ്റഉ ബികൽ ഹൂക്കൻ യാ റസൂലല്ലാഹ്. നബിയേ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരാണ് ആദ്യമായിട്ട് മരിക്കുക? ഇത് സാധാരണയാണോ അസാധാരണയാണോ? ഭൗതികമാണോ അഭൗതികമാണോ? ആരാണ് ആദ്യം മരിക്കുക?
റസൂലുള്ള മറുപടി കൊടുത്തു, നിങ്ങളെ കൂട്ടത്തിൽ അത്വല കുന്നയത, നിങ്ങളെ കൂട്ടത്തിൽ കൈനീളമുള്ളവർ. ഒരു ആലങ്കാരിക പ്രയോഗമായിരുന്നു. അപ്പൊ ഈ മരണത്തെക്കുറിച്ച് പോലും സഹാബത്ത് വന്ന് ചോദിച്ചു, ഇത് ശിർക്കാണോ? മറുപടി വരാൻ കഴിഞ്ഞില്ല. അവസാനം അവലോകനത്തിലെത്തി. അവലോകനത്തിൽ അബ്ദുറഹ്മാൻ സലഫി എണീറ്റ് നിന്നു. അദ്ദേഹം ഒരു കവലപ്രസംഗം നടത്തുന്ന രീതിയിൽ, എന്തോ ദേഷ്യപ്പെട്ട രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞ് 10 മിനിറ്റ് പോലും തികക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് അവരുടെ ഏറ്റവും വലിയ നേതാവിൽ നിന്ന്, തലമുതിർന്ന നേതാവിൽ നിന്നുണ്ടായത്. പിന്നീട് നമ്മുടെ അവലോകനത്തോടുകൂടെ അൽഹംദുലില്ലാഹ് കാര്യങ്ങളൊക്കെ സമ്പൂർണ്ണമായി തന്നെ വിജയിക്കുകയും ചെയ്തു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ഫലമാണിത്. ഞാൻ പറഞ്ഞാൽ അബൗദ്ധികമായ സഹായം. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എപ്പോഴും പറയാനുള്ളത്, ആരാണെങ്കിലും ഇത് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്താണ്. ഇതിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. ഹക്ക് അത് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണെന്നാണ് അൽഹംദുലില്ലാഹ് കോഴിക്കോട്ട് നിന്നും ആലപ്പുഴയിൽ നിന്നും ബോധ്യപ്പെട്ടിരിക്കുന്നത്. അത് ഏത് ഗ്രൂപ്പായാലും. ഇപ്പം ചില ഗ്രൂപ്പുകാരൊക്കെ പറയുന്നുണ്ട് അത് KNM ആയതുകൊണ്ടാണ്. ഞങ്ങൾ തീർത്തു പറയുന്നു, 8 ഗ്രൂപ്പിൽ നിന്ന് ആര് വന്നാലും, അല്ല 8 ഗ്രൂപ്പ് സംയുക്തമായി വന്നാലും പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് ആദർശപരമായി നേരിടാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.